നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഞാൻ 2 ഡിവൈസിൽ നിന്നാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അത് 2 കണക്ഷനാണ്. കാരണം കേരളത്തിലെ മഴ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് കണക്ഷൻ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് 2 ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഈ ഒരു 3-4 മാസത്തേക്ക് എടുത്തിട്ട് അത് 2-നും ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് പോയാൽ മറ്റേത് അൺമ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോ നമ്മൾ ഇന്ന് മുതലുള്ള ദിവസങ്ങൾ 7 ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരൊറ്റ വിഷയം ആയിട്ടാണ് ഇരിക്കുന്നത്. ഹൗ ടു ലിവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ ക്രിസ്ത്യൻ ഇൻ ദ മോസ്റ്റ് സ്ട്രിക്റ്റ് പ്രാക്ടിക്കൽ സെൻസ് ഓഫ് ദ ടേം. എന്താണ് ക്രൈസ്റ്റ് ലിവിങ്, ന്യൂ ടെസ്റ്റാമെന്റ് ലിവിങ്? ഇതെന്താണ് എന്ന് നാം വചനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ഒരാഴ്ച മുഴുവൻ നാം യോഹന്നാന്റെ സുവിശേഷത്തെ ആധാരമാക്കിയും എന്നാൽ അതുമായി അനുബന്ധിച്ചുള്ള മറ്റ് ലേഖന ഭാഗങ്ങളും എടുത്തുകൊണ്ടായിരിക്കും ഈ ഒരാഴ്ച നാം സമയം കർത്താവിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നത്. എന്താണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നാം യോഹന്നാന്റെ സുവിശേഷമാണ് കൂടുതലും പഠിക്കേണ്ടത്. അതിന്റെ കാരണം ജീവൻ എന്ന വാക്ക്, വീണ്ടും ജനനം എന്ന വാക്ക്, കർത്താവിന്റെ ജീവൻ നമുക്ക് പങ്കിടുന്നതിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങളുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന് ഒരു പ്രസക്തി കൂടിയുണ്ട്. ഇറ്റ്സ് എ റിഫ്ലക്റ്റീവ് ഗോസ്പൽ. ഇറ്റ്സ് മോർ ദാൻ എ നറേറ്റീവ് ഗോസ്പൽ ലൈക്ക് ദ അതർ 3. മറ്റു 3 സുവിശേഷങ്ങളും ഒരു നറേറ്റീവ് സ്റ്റൈലാണ്. അതായത് എന്തൊക്കെ സംഭവിച്ചു, കർത്താവ് എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചു. അതങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം ഒരു റിഫ്ലക്ഷനാണ്. കർത്താവ് എന്തെല്ലാം പറഞ്ഞു എന്നുള്ള ഓർത്തെടുക്കലാണ്. ആ ഓർത്തെടുക്കലിനൊരു ഉദ്ദേശമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഉദ്ദേശമാണ് എന്തിനാണ് യോഹന്നാൻ ഈ പുസ്തകം എഴുതിയത്. അതേ ഉത്തരം നമ്മൾ ഇപ്പോൾ അതേ ഉത്തരം നമുക്ക് അവിടെ കാണാം. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരവും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ 20-ാം അധ്യായം അതിന്റെ ലാസ്റ്റ് 2 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർക്ക് കാണിക്കുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ എന്തിനാ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ ശരിക്കും യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ വളരെ നാളുകൾ കർത്താവിന്റെ കൂടെ ജീവിച്ച് വളരെ നാളുകൾ കഴിഞ്ഞ്, when he is an old disciple, almost more than 90 years of age, most of the other books of the New Testament are already written. പൗലോസിന്റെ കാലം കഴിഞ്ഞു, പത്രോസിന്റെ കാലം കഴിഞ്ഞു, ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ട് ജോൺ ഈസ് ബ്രിങ്ങിങ് എ റിഫ്ലക്റ്റീവ് ഗോസ്പൽ. എന്താണ് കർത്താവ് പറഞ്ഞതെന്ന്, ചർച്ചിന്റെ വേദശാസ്ത്രത്തെ എങ്ങനെയാണ് യേശുക്രിസ്തു അടിസ്ഥാനമിട്ട് പണിതതെന്നും ഒക്കെ വിശദീകരിക്കുന്ന കർത്താവിന്റെ ആ വചനങ്ങളെ, അതായത് അടയാളങ്ങളെ ഓർത്തെടുത്ത് ജീവനെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പ്രാധാന്യം കൊടുത്ത് അങ്ങനെ വീണ്ടും ജനനത്തിലേക്കും ക്രിസ്തുവിന്റെ ജീവനിലേക്കും നമ്മെ നയിക്കാൻ വേണ്ടി എഴുതിയ ഒരു സുവിശേഷമാണ് ശരിക്കും യോഹന്നാന്റെ സുവിശേഷം. അതെന്തിനാണ് എഴുതുന്നത് എന്നുള്ളൊരു പർപ്പസോടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യോഹന്നാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്. അതാണ് ഇതിന്റെ ഉദ്ദേശം. നല്ല പ്രസംഗം ഉണ്ടാകേണ്ടതിനല്ല. ഒരിക്കലും ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഒരു 7 ദിവസത്തേക്ക്
7 ദിവസത്തേക്ക് നമുക്കൊന്ന് എൻജോയ് ചെയ്തേക്കാം, നല്ല ഒരു കൺവെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി ആയിക്കോട്ടെ. അങ്ങനെ ഒരു വേൾഡ്ലി എൻജോയ്മെന്റിന് വേണ്ടിയുള്ള ഒരു പരിപാടി അല്ല നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻജോയ്മെന്റ്, പഠനത്തിനകത്ത് വരുന്ന ഒരു എൻജോയ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ ആശയം കേൾക്കുമ്പോൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എൻജോയ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല നമ്മൾ നോക്കുന്നത്. പിന്നെയോ ജീവൻ ഉണ്ടാകേണ്ടത്, അതാണ് നമ്മുടെ ഉദ്ദേശം. ടു ഹാവ് ദാറ്റ് ഇറ്റേണൽ ലൈഫ്, സൺസ് ലൈഫ്, പുത്രന്റെ ജീവൻ ഉണ്ടാകേണ്ടതിന്, ആ ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ഒരു പാറ്റേൺ ആയിട്ട് വരുന്നതിന്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വലിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ ലെറ്റ്സ് ഗോ ത്രൂ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ജോൺ പ്രസൻസ് ദ ന്യൂ ടെസ്റ്റമെന്റ് ലിവിംഗ്. നമുക്ക് അത് ജീവൻ എന്ന് പറയുന്ന വാക്കുകളല്ല, വീണ്ടും ജനനം എന്ന് പറയുന്ന വാക്കുകളല്ല, അങ്ങനെയുള്ള വാക്കുകളിലൂടെ നമ്മൾ ഈ സുവിശേഷത്തിലൂടെ 7 ദിവസം നമ്മൾ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സുവിശേഷം മാത്രമല്ല, ലേഖനങ്ങളിലൂടെയും നമുക്ക് അനേകം കാര്യങ്ങൾ ഈ ജീവനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സുവിശേഷം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ചാപ്റ്റർ 1 വേഴ്സ് 4, ഇങ്ങനെയാണ് പറയുന്നത്: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് ആൻ അമേസിംഗ് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക്. ഒരാളെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ്, ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരാളിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സംതിങ് സ്പെഷ്യൽ. ഇപ്പം ഞാൻ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ എന്താ അർത്ഥം? എനിക്കില്ലാതിരുന്ന എന്തോ, എൻ്റെ കേൾവിക്കാർക്ക് ഇല്ലാതിരുന്ന എന്തോ, സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ കൂടെ ജീവിച്ച് 65 വർഷങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരോട് എഴുതുകയാണ്, ഞങ്ങളുടെ കൂടെ ഒരാൾ 65 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു, അത് ആ ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു, ആ ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ആണോ? അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ക്രിസ്തുവിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ബ്രിങ് സർപ്രൈസ് ടു പീപ്പിൾ. ജീവനുള്ള ഒരാൾ ജീവനില്ലാത്ത അനേകരുടെ ഇടയിൽ. അപ്പൊ മരിച്ചവരെ കുഴിച്ചിട്ടെന്ന് കർത്താവ് പറയുന്നതിന് നമ്മൾ ഈ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, എക്സെപ്റ്റ് ക്രൈസ്റ്റ് നോ വൺ ഹാഡ് ലൈഫ്. എല്ലാ മനുഷ്യരും ബലഹീനതകളുള്ളവരായിരുന്നു, ജീവന്റെ നിറവ് ആർക്കും ഉണ്ടായിരുന്നില്ല. ഓൺലി ക്രൈസ്റ്റ് ആൻഡ് നോ വൺ എൽസ്. ഓക്കെ, അപ്പോൾ ഈ ജീവൻ നമുക്കില്ലാത്ത ഒന്ന് ക്രിസ്തുവിനുണ്ടായിരുന്നുവെങ്കിൽ അതെന്താണ്? നമുക്കില്ലാത്ത ഒന്ന് ക്രിസ്തുവിനുണ്ടായിരുന്നെങ്കിൽ അതെന്താണ്? നമുക്ക് എല്ലാവർക്കും പ്രാണനുണ്ട്, പക്ഷെ ജീവനുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. പ്രാണനുണ്ട്. we all are existing. We all have an existence. We are eating, drinking, sleeping, doing daily works as required. പക്ഷെ നമുക്ക് ശരിക്കും ജീവനുണ്ടോ എന്നൊരു ചോദ്യം. എന്താണ് നമുക്ക് ഇല്ലാതിരുന്നതും ക്രിസ്തുവിന് ഉണ്ടായിരുന്നതുമായ കാര്യം? ഓക്കെ, അതെന്തായിരുന്നു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് എന്റെ താഴെ പറയുന്നത്. ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. ജീവൻ വെളിച്ചം പോലിരിക്കണം. സോ ലൈഫ് ഹാസ് ടു ബി ലൈറ്റ് ഓഫ് മെൻ. മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത് വെളിച്ചമാണെങ്കിൽ മാത്രമേ അതിന് ജീവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ലൈഫ് ഹാസ് ടു ബി ലൈറ്റ് ഓഫ് മെൻ. ഇഫ് യു ഹാവ് ലൈഫ്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യർക്ക് ക്രിസ്തു എങ്ങനെ വെളിച്ചമായിരുന്നോ അതുപോലെ വെളിച്ചമായിരിക്കണം. ഈ ക്രിസ്തു എങ്ങനെയാണ് വെളിച്ചമായിരുന്നത്? വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണ്? വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. ഇരുള് വെച്ചാണ് വെളിച്ചത്തെ പരിശോധിക്കുന്നത്. If you are not sure whether something has real light, for example, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ, കേരളത്തിൽ പ്രത്യേകിച്ച് റോഡിന്റെ സൈഡിൽ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് പലപ്പോഴും കാണും. ആ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സിന് സ്വയം ഇല്യൂമിനേറ്റ് ചെയ്യാനുള്ള കഴിവില്ല, സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. ആ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് നമ്മൾ ലൈറ്റ് അടിച്ചാൽ മാത്രമേ പ്രകാശിക്കുള്ളൂ. അപ്പൊ ഇരുട്ട് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ
ആ ലൈറ്റ് എല്ലാം ഓഫായി പോകും. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ആ ലോങ് ആരേ ഓഫ് ലൈറ്റ്സ് എല്ലാം സ്വിച്ച് ഓഫ് ആയി പോകും. കാരണം അതിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. അന്തരീക്ഷം ഇരുട്ടാകുമ്പോൾ അതും ഇരുട്ടാവും. എന്നാൽ വഴിവിളക്കുകളുടെ കാര്യം അങ്ങനെയല്ല. വഴിവിളക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റ്സ്, അതിന് നമ്മൾ ടോർച്ചടിച്ച് കാണിക്കേണ്ട കാര്യമില്ല. അതിന്റെ സോഴ്സ് വേറെയാണ്, നമ്മളുമായിട്ട് അതിന് ബന്ധമില്ല, അന്തരീക്ഷവുമായിട്ട് ബന്ധമില്ല, അവിടുത്തെ ലോക്കൽ അന്തരീക്ഷവുമായിട്ട് ബന്ധമില്ല. അതിന്റെ എനർജി വരുന്ന വേറെ വഴിക്കുന്നതാണ്. അപ്പോൾ അത് ലൈറ്റ് ഉണ്ട്, അതിന് ലൈറ്റ് ഉണ്ട്. പക്ഷെ ഈ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സിന് ലൈറ്റ് ഇല്ല. കാരണം നമ്മൾ ഇരുട്ടാണെങ്കിൽ അത് ഇരുട്ടാണ്. ജീവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇരുട്ട് വന്നാലും വിഴുങ്ങാൻ പറ്റാത്ത വെളിച്ചം. എത്ര ശത്രുക്കൾ ചുറ്റും കൂടിയാലും സ്നേഹം കുറവ് വരാത്ത ജീവന്റെ കവിഞ്ഞൊഴുക്ക്. എത്ര കുറ്റവും ക്ഷമിക്കുന്ന സ്നേഹം, അതിന് പരിധികളില്ലാത്ത, അളവുകളില്ലാത്ത, കണ്ടീഷൻസ് ഇല്ലാത്ത, ലിമിറ്റ് ഇല്ലാത്ത നന്മകൾ. യേശുവിന്റെ ജീവൻ മരണത്താൽ മാത്രം തീരുന്ന, മരണത്തിന്റെ ആ പോയിന്റ് വരെ മനുഷ്യർക്ക് വെളിച്ചമായിരുന്ന ക്രിസ്തു. അപ്പൊ അതിനർത്ഥം നമുക്കൊന്നുകൂടെ വിശദമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജീവൻ ഇല്ല എന്ന് പറയാനുള്ള കാരണം, നമുക്ക് ഒരു ജീവിതമുള്ളത് ജീവന്റെ അടിസ്ഥാനത്തിലല്ല, നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഈ ജീവന്റെ അടിസ്ഥാനത്തിലല്ല, നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ഒരിത്തിരി സമയം കൂടെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവൻ. വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ്? ഏക സത്യദൈവമായ നിന്നെക്കുറിച്ചും നിന്നെയും നീ അയച്ചവനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നത് മരണമാണ്, ഡെത്ത്. അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ അവരോട് നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ പറയുമ്പോൾ Satan was inviting them to death. The fruit of good and evil, that signifies death, whereas the knowledge of God signifies life. അപ്പൊ രണ്ടും ഒരറിവാണ്. സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയുന്നത് നന്മ തിന്മകളെ കുറിച്ചുള്ള നമ്മുടെ അറിവാണ്. എന്നാൽ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തെയും ക്രിസ്തുവിനെയും കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നതും വേദപുസ്തകം അവസാനിക്കുന്നതും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഏതാ ഉള്ളത്? നമ്മൾ ദൈവത്തിന്റെ ജീവനുള്ളവരാണോ? അണയാത്ത വെളിച്ചമാണോ നമ്മുടെ വെളിച്ചം? അതോ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മാറാൻ തയ്യാറായിരിക്കുകയാണോ? ഒരു മനുഷ്യൻ എന്നോട് മോശമായി പെരുമാറിയാൽ എൻ്റെ മനസ്സിലേക്ക് എന്താ വരുന്നതെന്നറിയാം? അവൻ എന്നോട് അങ്ങനെ പെരുമാറിയല്ലേ, ഞാനും ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇരുട്ടാണെങ്കിൽ ഞാനും ഒട്ടും മോശമല്ല. അവൻ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു നടക്കുന്നറിയാം, അവന്റെ സ്വഭാവം ഞാൻ പറഞ്ഞുണ്ടല്ലോ, അവൻ രണ്ടുപേരും ഇരുട്ടാ. സോ ദർ ഇസ് നോ ലൈറ്റ് കമ്മിങ് ഫ്രം എനിവെയർ. നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടായി പോയാൽ ഇരുട്ട് എന്ത് ഭീകരമായിരിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കേണ്ട ആളുകൾ തന്നെ ഇരുട്ടായി പോയി കഴിഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലും വെളിച്ചം ഉണ്ടാവുമോ? ഇത് കർത്താവ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം കർത്താവ് യെരുശലേമിലേക്ക് പോയപ്പോൾ അവന് വിശന്നു. വഴിയരികിൽ ഒരു അത്തിമരം നിൽക്കുന്ന കണ്ടു. അവൻ അത്തിമരത്തിന്റെ അടുത്ത് നിന്നപ്പോൾ അവിടെ ഫലമൊന്നും കണ്ടില്ല, ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് എന്ത് ചെയ്തു? അത്തിമരത്തെ ശപിച്ചു. ഇനി നീ ആർക്കും ഫലം കൊടുക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു ശാപം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ എതിർത്ത് അതിനൊരു പ്രതികാരം ചെയ്യുന്നതൊക്കെ നമ്മൾ ഇവിടെ മാത്രമാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ അത്തിമരത്തോട് മാത്രം, പാവം അത്തിമരം. അതിന്റെ താഴെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. പാവം അല്ലെ, റിയലി സാധു ആ അത്തിമരം. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഹൗ കുഡ് ജീസസ് ബി so cruel to that plant, and it was not season and it was not expected to bear fruit, but then Jesus
came there, looked up at the tree, and there was nothing. He cursed the tree, and the tree withered away. അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്റെ ദൈവമേ, എന്നാ പിന്നെ സീസൺ അല്ലായിരുന്നു അവിടെ എന്തിനാ എഴുതി വെച്ചത്? അത് എഴുതിയില്ലായിരുന്ന ഒരു സമാധാനം ഉണ്ടായിരുന്നു. നമുക്ക് വേണേൽ അസ്യൂം ചെയ്യാമായിരുന്നു ഇറ്റ് വാസ് സീസൺ ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് ഹാവ് ഫ്രൂട്ട്. പക്ഷെ ആ സീസൺ അല്ലായിരുന്നു എന്ന് അവിടെ പ്രത്യേകിച്ച് രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ ഉദ്ദേശം ഫ്രൂട്ട് വാസ് നോട്ട് എക്സ്പെക്ടഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഫലം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഫലം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ കർത്താവ് എന്തിനാണ് അതിനെ ശപിച്ചത്? എനിക്കതിന്റെ ഉത്തരം കിട്ടിയത് ഞാൻ വളരെ മുതിർന്ന ശേഷമാണ്. ചെറുപ്പം തൊട്ട് എൻ്റെ ഉള്ളിലൊരു സംശയമായിരുന്നു. ഐ ഗോട്ട് ദ ആൻസർ ഓൺലി ആഫ്റ്റർ ഐ ബിക്കം എ പ്രീച്ചർ. ഒരു ദിവസം എനിക്കിത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ അത് കത്തി. കാരണം കർത്താവ് ഒരിക്കൽ പോലും സീസണിൽ ഫലം ചോദിക്കില്ല. ദാറ്റ്സ് ഹിസ് നേച്ചർ. ഹി നെവർ ആസ്ക്സ് ഫോർ ഫ്രൂട്ട് വെൻ ഇറ്റ് ഈസ് സീസൺ. സീസണിൽ ചോദിക്കില്ല. ഇപ്പൊ എനിക്ക് സീസൺ ആണ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഐ എം ഇൻ ഗുഡ് സീസൺ. And God never asks Chase, where is your fruit? When I am preaching a sermon, because I am showing forth all the fruit. So I am not challenged, I am not tempted. അപ്പൊ ഈ സമയത്ത് കർത്താവ് എന്നോട് എന്ത് ചെയ്യടാ നിന്റെ ഫലം ചോദിക്കുന്നില്ല. പക്ഷേ എന്റെ ഒരു ശത്രു എന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ, എന്നെ കുറിച്ച് അവിടെ ഇവിടെ അതും ഇതൊക്കെ പറയുന്ന ഒരാൾ വന്നിരിക്കുമ്പോൾ, കർത്താവ് എന്നോട് ചോദിക്കും, എന്ത് നിന്റെ മുഖം വാടിയത്? Where is your fruit? അപ്പം ഞാൻ പറയും, കർത്താവേ, ദിസ് ഈസ് നോട്ട് സീസൺ. ഇവൻ പോയി കഴിയുമ്പോൾ ഞാൻ എൻ്റെ സീസൺ ആവും, അപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ സന്തോഷം. കർത്താവ് പറയും, അങ്ങനെ ഇരുട്ടത്ത് പ്രകാശിക്കാത്തതൊന്നും, അൺസീസണിൽ വരാത്തതൊന്നും, സീസണിൽ മാത്രം കാണിക്കുന്നതൊന്നും ആത്മാവിൽ നിന്നുള്ളതല്ല, അത് ജഡത്തിൽ നിന്നുള്ളതാണ്. ജഡം കൊണ്ട് മനുഷ്യന് മരണമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. Our pretensions and man-induced righteousness do not serve the purpose of living the life of Christ. ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കുന്നതിന് ഈ വക അഭിനയങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾക്ക് പലപ്പോഴും തോന്നുമായിരിക്കും, ഞാൻ വളരെ സ്നേഹമുള്ള ആളാണ്, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, മക്കളെ സ്നേഹിക്കുന്നില്ല. Nothing doing. That's your natural affection. That's not Christ's love. Christ's love is an unconditional love. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? സപ്പോസ് യുവർ വൈഫ് ഈസ് ഓൾവേസ് അബ്യൂസിങ് യു, ആൻഡ് ഈച്ച് ടൈം ഷീ അബ്യൂസസ് യു, യുവർ ലവ് ഫോർ ഹെർ ഈസ് ഇൻക്രീസിങ്. അതിനാണ് അഗപ്പെ എന്ന് പറയുന്നത്. രസമുണ്ടല്ലേ? ഭർത്താവ് ഭാര്യയെ കുത്തിപ്പിടിച്ച് തലക്കിട്ട് ഇടിക്കുമ്പം ഭാര്യ ഓരോ ഇടി കൊള്ളുമ്പോഴും വൈരാഗ്യമല്ല, സ്നേഹം വർദ്ധിക്കുന്നു. അഗപ്പെ. ഭാര്യന് ഭർത്താവിനെ തല്ലുന്നെങ്കിൽ still the love increases. Can you imagine a human being having that love which shines much more brightly when darkness is more, when it is pitch darkness? Even a small light is valuable. വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അത് ഇരുള് കൂടും തോറും അതിന്റെ ജ്യോതി കൂടുതൽ തീവ്രമായിട്ട് വരും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ when we are complaining about others, blaming others, സാഹചര്യങ്ങളെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്, കർത്താവെ, സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്ന ഒരു ലൈഫ് എനിക്കുള്ളൂ, എനിക്ക് എല്ലായിടത്തും പ്രകാശിക്കാനൊന്നും നിന്നെ പോലെ പറ്റില്ല, അത്രയും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും എന്നെ കൊണ്ട് നടപ്പുള്ള കാര്യമില്ല, അവൻ എന്നോട് മര്യാദക്കാണെങ്കിൽ ഞാൻ ഇത് മനുഷ്യൻ, ഹീസ് എ റിബൽ ടു ദ ലോർഡ്. ഹി ഡസന്റ് വാണ്ട് ദ ലൈഫ് ഓഫ് ജീസസ്. മനുഷ്യന് വേണ്ടത് ദാറ്റ് ത്രെറ്റൻസ് ഹിസ് എക്സിസ്റ്റൻസ്. അപ്പൊ ഫ്ലഷ് ലൈഫിന്റെ ചില എക്സാമ്പിൾസ്, നമ്മൾ ഏത് ലൈഫാണ് ജീവിക്കുന്നത്, എന്ത് ജീവനാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് നമുക്ക് ശരിക്കും ലൈഫ് പോയത്, ജീവൻ പോയത്. അത് കഴിഞ്ഞും പ്രാണൻ ഉണ്ടായിരുന്നു. പ്രാണൻ പോയായിരുന്നെങ്കിൽ ആദമിനെ ഹവ്വേനെ എവിടെയെങ്കിലും കുഴിച്ചിട്ടേനെ. പക്ഷെ പ്രാണൻ പോയില്ല, ജീവനാ പോയത്. ഈ ജീവൻ പോയത് ആരും അറിയുന്നില്ല. നമുക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പ്രാണൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നുണ്ട്. നമ്മൾ ഈ പ്രാണനെ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തിരി പണികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ജീവന്റെ അവസ്ഥ എന്താണ് അത് നമുക്കറിയത്തില്ല. അപ്പോ ഈ ജീവൻ പോകുന്നതിന് മുൻപ്
when they were still alive in the Lord, അവർക്ക് നന്മ തിന്മകളെ കുറിച്ച് അറിവില്ലായിരുന്നു. അവർ ജീവിച്ചിരുന്നത് ആത്മാവിൽ ദൈവത്തെ അറിഞ്ഞാണ്. ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ they knew only what God knew. അവർക്ക് അവരുടേതായ ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് they had to depend on the Lord for everything. അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ നല്ലതും ചീത്തയൊന്നും അറിയത്തില്ല. what the Lord says they do. പക്ഷെ അവർക്കൊരു ഫ്രീ വില്ല് ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രീ വില്ല് പോലല്ല. നമ്മുടെ ഫ്രീ വില്ല് കൊണ്ട് നമ്മൾ നന്നാവില്ല. ഇത്ര കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്രീ വില്ല് കൊണ്ട് എന്തെങ്കിലും പറയും. പക്ഷെ ആഡം ഹാഡ് എ റിയൽ ഫ്രീ വിൽ. ആൻഡ് ദാറ്റ് ഫ്രീ വിൽ പിശാച് അവനെ പരീക്ഷിക്കുന്ന എങ്ങനെയാണ്? ആദം, നിനക്ക് ദൈവത്തെ പോലെ ആകണ്ടേ? ചോദ്യം സിമ്പിൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആവണം? നമുക്കങ്ങനെ ആഗ്രഹമില്ലേ ഉള്ളില്? ദൈവത്തിന്റെ ആ മജസ്റ്റിയും നിത്യത്വവും സർവശക്തിയും സർവ്വവ്യാപിത്വവും കിട്ടണം നമുക്ക് ആഗ്രഹമില്ല. അത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. God is only one and he is not going to share those attributes with any creation. അത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ഏക ദൈവത്തിന് മാത്രമേ അത് ഉള്ളൂ. അപ്പൊ പിന്നെ ദൈവത്തെ പോലെ നമ്മളാകുമോ? നമ്മളാകുന്ന ചില തലങ്ങളുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകും. നമ്മുടെ പ്രത്യാശയാണത്. അതായത് ദൈവത്തിന് നമ്മളിലേക്ക് പകരാൻ കഴിയുന്ന ഗുണങ്ങളുണ്ട്. സ്നേഹം, കരുണ, തേജസ്, വിശുദ്ധീകരണം. ദൈവം വിശുദ്ധനാണ്, അതുപോലെ നമ്മൾ വിശുദ്ധരാകണമെന്ന. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളിലേക്ക് പകരാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, എങ്കിലും കർത്താവ് വരുമ്പോൾ നാം അവനെ അവനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകിയാൽ അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ പവർഫുൾ ആവണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അതല്ല, ഈ കർത്താവിന്റെ നന്മകൾ, ആ ഡിവൈൻ നേച്ചറിന്റെ പങ്കാളിത്തം എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. എല്ലാം സൃഷ്ടിക്കും. ദൈവത്തിന്റെ ആത്മാവ് ആരെല്ലാം വസിക്കുന്നോ അവർക്കെല്ലാം ദൈവത്തെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ദൈവത്തെ പോലെ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഇൻവിസിബിൾ ആൻഡ് ഇറ്റേണൽ ആട്രിബ്യൂട്ട്സ് അല്ല, കർത്താവ് നമ്മളിലേക്ക് ആത്മാവിലൂടെ പകർത്താൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ്, അത് ലഭിച്ച് അവനെ പോലെ ഇരിക്കണമെന്ന് എല്ലാ വീണ്ടും ജനിച്ച മക്കൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ സാത്താൻ വന്ന് ആദമിനോടും ഹവ്വയോടും പറയുന്നത്, നിനക്ക് ദൈവത്തെ പോലെ ആകാൻ ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം. ആ വേറൊരു വഴി എന്തെന്നറിയും? നന്മ തിന്മകൾ തിരിച്ചറിയുക. അതാണ് വഴി. ഇന്ന് നമ്മൾ പെന്തക്കോസ്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഉപദേശങ്ങൾ വരുന്നത് മുഴുവൻ നന്മ തിന്മകളെ പ്രോസസ് ചെയ്തിട്ട് നന്മ ചെയ്ത് 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 ക്രിസ്തുവിനെ പോലെ ആവുക. ഇതാണ് പൊതുവെ വ്യാപരിക്കുന്ന ഒരു ഉപദേശം. പിശാചിന്റെ ഉപദേശം അത് തന്നെയായിരുന്നു. നന്മ തിന്മകളെ വിവേചിച്ച് വിവേചിച്ച് നന്മ ചെയ്ത് 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 ദൈവത്തെ പോലെ ആവും. ഹ്യൂമൻ മെത്തഡ്. ഓക്കെ. അപ്പോൾ ആ ഒരു ഫ്ലഷ് ലൈഫ് അവർക്ക് എപ്പോൾ ലഭിച്ചോ, എപ്പോൾ അവരുടെ ആത്മാവ് കട്ടായിപ്പോയി. ആത്മാവുണ്ട്, പക്ഷെ ജീവനില്ല, വെളിപ്പാടില്ല, കർത്താവിനെ ആശ്രയിക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ അറിയത്തില്ല. അങ്ങനെ അവർ ആത്മാവ് കട്ടായി പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഉള്ളത് സോളാണ്, പ്രാണൻ. ഈ നന്മ തിന്മകളുടെ പ്രോസസ്സിങ് നടക്കുന്നത് പ്രാണനില്ല. ബുദ്ധി, വികാരങ്ങൾ, ഇതിനകത്താണ് നന്മ തിന്മകളുടെ പ്രോസസ്സിങ് നടക്കുന്നത്. എന്നാൽ ദൈവത്തെ അറിയുന്നത് ആത്മാവില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യമുണ്ട്, ദൈവത്തെ അറിയുന്നതാണ് ജീവനും നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവനുള്ളൂ. കാരണം ദൈവത്തെ അറിയണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് വേണം. അപ്പൊ ഒരുവനിൽ ആത്മാവില്ലെങ്കിൽ അവന് ജീവനില്ല. കാരണം ദൈവത്തെ അറിയുന്നതാണ്, ക്രിസ്തുവിനെ അറിയുന്നതാണ് ജീവൻ. ഇപ്പൊ ഒരാളിൽ ആത്മാവില്ലെങ്കിൽ അവന് ദൈവത്തെ അറിയാൻ പറ്റില്ല. പിന്നെ അവൻ എന്ത് മാത്രം അറിയാൻ പറ്റുള്ളൂ? നന്മ തിന്മകൾ, അത് മാത്രം അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിക്കുന്ന എല്ലാം നന്മതിന്മകളുടെ അടിസ്ഥാനത്തിലാണോ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? നല്ല പ്രസംഗമായിരുന്നു കേട്ടോ പാസ്റ്ററെ. ഇത് നന്മതിന്മകളുടെ തലമാണ്, പ്രാണന്റെ തലം.
ഞാൻ നല്ല പ്രസംഗം പ്രസംഗിക്കാൻ വന്ന ആളെയല്ല. കാരണം എനിക്ക് നിങ്ങൾക്ക് എന്റെ പ്രസംഗം ഇഷ്ടപ്പെടണമെന്ന് ഒരു താല്പര്യം എനിക്കില്ല, സത്യമായിട്ട് ഞാൻ പറയുന്നു. അതല്ല എന്റെ ഉദ്ദേശം. ഇതിന്റെ ഉദ്ദേശം കേൾക്കുന്ന ആളുകളിൽ മാനസാന്തരവും നിത്യജീവനും ഉണ്ടാവുക എന്നുള്ളതാണ്. ആ നിത്യജീവൻ ആവശ്യമായ ഫലം പുറപ്പെടുവിക്കത്തക്ക രീതിയിൽ വളരുക എന്നുള്ളതാണ്. അയ്യോ ഞാൻ പാപിയാണേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് ഒരാൾ ചെല്ലുക എന്നുള്ളതാണ് ഈ പ്രസംഗങ്ങളുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഫ്ലഷ് ലൈഫിന്റെ 2 എവിഡൻസസ് ഞാൻ കാണിച്ചു തരാം. ആദമിന്റെ ലൈഫിൽ നിന്ന് തന്നെ. നിങ്ങൾക്ക് ഫ്ലഷ് ലൈഫ് ആണോ സ്പിരിറ്റ് ലൈഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് ടെസ്റ്റ്, നിങ്ങൾക്കുള്ള ടെസ്റ്റ് ആണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. ആദവും ഹവ്വയും അത്തിയില കൊണ്ട് തുണി ഉണ്ടാക്കി, തുണി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ലോയിൻ കവർ ചെയ്ത് ഒരു ഡ്രസ് ഉണ്ടാക്കി അത്തിയില തുന്നിച്ചേർത്ത്, they stitched together fig leaves, അത്തിയിലകൾ തുന്നിച്ചേർത്ത് ഒരു അരയാട ഉണ്ടാക്കി. ആ അരയാട ഇട്ടുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും തോട്ടത്തിൽ വളരെ നിമിഷ നേരം കൊണ്ട്, വളരെ കുറച്ച് സമയം കൊണ്ട് ഈ ഹവ്വ പോയി, ഹവ്വയായിരിക്കും കാരണം ഹവ്വയാണല്ലോ ആദ്യം പഴം തിന്ന, ഹവ്വ പോയി കുറെ നാരൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് ഈർക്കിലിൽ കോർത്ത് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അത്രയും ബുദ്ധിയില്ല, പക്ഷെ അവർക്ക് ആ പഴം തിന്ന എഫക്റ്റ് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. അവര് ഉടനെ തന്നെ ഒരു ഉടുപ്പ് തുന്നി അത്തിയില വെച്ച് ഒരു വസ്ത്രം തുന്നി, ഒരു അരയാട തുന്നി അണിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കിയേ. നിസ്സാര ബുദ്ധിയാണോ? പഴത്തിന്റെ പവർ നോക്കി എന്താ. അപ്പൊ ആദ്യം ഹവ്വയോട് പറഞ്ഞാണ്, എന്റെ ഹവ്വ നീ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തു, ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് വൃത്തികേടായിരുന്നു, ഇപ്പൊ ഡീസന്റ് ആയി, ഹോ താങ്ക് യു ഹവ്വ എന്ന് പറഞ്ഞു കാണും. അപ്പൊ ഹവ്വ തിരിച്ച് പറഞ്ഞ് കാണുമായിരിക്കും. ഇതൊരു തുടക്കം മാത്രമാണ് ആദം ചേട്ടാ. നമ്മൾ ഇനി ഈ പഴം വെച്ച് എന്തെല്ലാം കണ്ടുപിടിക്കാൻ കിടക്കുന്നു. കമ്പ്യൂട്ടർ, എയറോപ്ലെയിൻ, മൊബൈൽ ഫോൺ. ഇതിന്റെ ആദ്യത്തെ തുടക്കമായിട്ട് നമ്മൾ സൂചി നൂലും കണ്ടുപിടിച്ച് ഇത് ആരംഭിച്ചിരിക്കുക. മനുഷ്യന്റെ ജ്ഞാനം ഇത് മുഴുവൻ ബ്രെയിനകത്താണ്. ഈ ബ്രെയിൻ ആൻഡ് ഇമോഷൻസ്. നമ്മുടെ പിള്ളേർ സ്കൂളിൽ ചോദിക്കും, ടീച്ചറിനോട് ചോദിക്കും, എന്താ ടീച്ചർ ആദ്യത്തെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അവർ പറയും ഫയർ ആണെന്നും ടയർ വീലാന്നൊക്കെ പറയും. നമ്മൾ വിശ്വസിക്കരുത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സൂചി കൊണ്ട് നൂല് നൂറ്റ് അരയാട ഉണ്ടാക്കി, അതാണ് ഫസ്റ്റ് ഡിസ്കവറി. ഈ ഫസ്റ്റ് ഡിസ്കവറി മാത്രമല്ല, മനുഷ്യന്റെ സൂത്രങ്ങൾ മുഴുവൻ ഇരിക്കുന്ന ആ തുന്നൽപ്പണിയിലാണ്. പക്ഷെ ഈ തുന്നൽപ്പണി കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്തുകൊണ്ട് പ്രയോജനമില്ലെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആദവും ഹവ്വയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കുകയും കൊള്ളാം നല്ല ഫാഷൻ ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ഇലകൾ ഒരു സൈഡിലേക്ക് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സ്റ്റൈൽ, ഇങ്ങനെയൊക്കെ അവർ ഡിസൈൻ ചെയ്ത് കാണും. ഫാഷൻ ഡിസൈനിങ് ഒക്കെ അപ്പൊ തന്നെ തുടങ്ങി കാണും. പക്ഷെ ഇതൊക്കെ ഉടുത്ത് ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുമ്പോഴാണ് കർത്താവിന്റെ ശബ്ദം ഒരു തോട്ടത്തിൽ കേൾക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്യുന്നറിയോ? സത്യം പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നല്ലോ. അപ്പൊ കർത്താവിന്റെ അടുത്ത് നിന്ന് പറയായിരുന്നു, കർത്താവെ ഇത് കണ്ടോ, ഹവ്വ തയ്ച്ച തുണി എങ്ങനെയുണ്ട് ചോദിക്കാമായിരുന്നു. കാരണം അവർ ഉടുത്തിട്ടുണ്ട്, ഡീസന്റ് ആയിരുന്നു. പക്ഷെ അവർ ഇട്ടുകൊണ്ട് ഓടി ഒരു മരത്തിന്റെ പുറകിൽ മറിഞ്ഞു നിന്നിട്ട് പറയാണ്, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ നഗ്നരായതുകൊണ്ട്. ഞാനത് തിരിച്ചും മറിച്ചും ആ ബൈബിൾ നോക്കി. അവിടെ ഒക്കെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാം? അവർ ഉടുപ്പിട്ടിട്ടുണ്ടായിരുന്നു ഈ ഓടുമ്പോ. അവര് നഗ്നരാന്ന് ദൈവത്തോട് പറയുമ്പോൾ അവര് തന്നെത്താൻ ഉണ്ടാക്കിയ ഉടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഉടുപ്പിനൊരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. എന്താണെന്നറിയോ? അത് മനുഷ്യരുടെ മുമ്പിൽ മാത്രം നഗ്നത മറയ്ക്കുമായിരുന്നുള്ളൂ, ദൈവത്തിന് മുമ്പിൽ മറക്കില്ല. നമ്മളിങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ നഗ്നത മറയ്ക്കുന്ന ഒത്തിരി സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആത്മീയരായിട്ട് ജീവിച്ചു പോകുന്നത്. ഉദാഹരണത്തിന്, ഇപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലൂടെ എന്തൊക്കെയാ പോകുന്നതെന്ന് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, ഇപ്പോഴല്ല, വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തോടെ എന്തൊക്കെയാ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ട, അയൽക്കാർക്ക് ആർക്കെങ്കിലും സ്ക്രീനിൽ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, നിങ്ങൾ UAE-ലല്ല, ഇന്ത്യയിലല്ല, സൂമിൽ പോലും ആരും കയറ്റിയില്ല. അപ്പൊ നമുക്ക് ആരെയും കാണിക്കാതെയുള്ള കുറെ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്, അതാരെയും നമ്മൾ കാണിക്കുന്നില്ല. അതാണ് റിയൽ ഞാൻ എന്ന് പറയുന്ന സാധനം. ബാക്കി മുഴുവൻ അഭിനയം. ഞാൻ തെളിയിച്ചു തരാം കേട്ടോ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട.
ഇപ്പൊ ഞാന് നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് വെച്ചോ, പേടിക്കണ്ട, വരുന്നില്ല. ദുബായിലൊക്കെ ഇങ്ങനെ പാസ്റ്റർമാർ ചുറ്റി നടക്കുന്ന സ്ഥലമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ വീട്ടിലോട്ട് വന്നു. ഒരു 10:30-11 മണിയായി. അപ്പോ പ്രാർത്ഥിച്ച് ഇറങ്ങാന്ന് വെച്ചപ്പം നിങ്ങൾ പറയാണ്, പാസ്റ്ററെ ആഹാരം കഴിച്ചിട്ട് പോയാലോ? ഞാൻ പറയും, എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുറ്റി. കാരണം അത് വെറും അത്തിയിലായിരുന്നു, അവിടെ ആഹാരമൊന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെ പ്രതീക്ഷ ഈ കേട്ടയാളും ഡീസന്റ് ആയിരിക്കും, എന്നെ പോലെ ഈ സംസ്കാരം പഠിച്ചിട്ടുള്ള ആളായിരിക്കും, അതുകൊണ്ട് വേണ്ട പിന്നെ ഒരിക്കലാകട്ടെ എന്ന് ഈ പാസ്റ്റർ പറയുമെന്നുള്ളതാണ് നാച്ചുറലി നിങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ ഈ മനുഷ്യന് വിചാരിച്ചു, എന്നാ പിന്നെ വിശക്കുന്നുണ്ട്, എന്തിനാ 10 ദിർഹം റോട്ടി കളയുന്നത്, ഇവിടെ നിന്ന് തിന്നിട്ട് പോയെങ്കിൽ അത്ര ലാഭമാണല്ലോ എന്ന് പുള്ളി വിചാരിച്ചു. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, എന്റെ ദൈവമേ, പൈസ കൊടുത്തതും പോലെ ഇനി ഫുഡും കൂടെ കൊടുക്കും, ഇനി ഇതിന്റെ എന്നാ പിന്നെ മിണ്ടായിരിക്കണ്ടേ? മിണ്ടായിരിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അത്തീനെ അവിടെ ഫിറ്റ് ചെയ്തേ പറ്റൂ. അത്തീരെ ഫിറ്റ് ചെയ്ത് പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളാം? ആ ഉച്ച സമയത്ത് ഒരു പാസ്റ്റർ വന്നിട്ട് ആഹാരം കൊടുക്കാതെ നമ്മൾ എന്തിനെങ്കിലും കൊള്ളാമോ? അപ്പൊ അവർ നിഷേധിച്ചിട്ട് പോയ പിന്നെ നമുക്ക് പറ്റുമല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് ഈ മനുഷ്യന്റെ മുമ്പിൽ ഈ അത്തീല അണിഞ്ഞേ പറ്റൂ. അത്തീല അണിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ സ്വഭാവം വെളി വന്ന മഹാവൃത്തിയുടെ. But every time we try to get some fig leaves from here and there and cover ourselves, that we do all the time. നമ്മൾ ചെറുപ്പത്തിലെ പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കും, അങ്ങനെ അത്തിയിലെ എങ്ങനെയാണ് മോനെ ഇടേണ്ടത്. അപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ നിങ്ങളുടെ മോനുമായിട്ട് അല്ലെ മോളുമായിട്ട് നിങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി വിചാരിച്ചോ, ആ ബന്ധു നിങ്ങളുടെ അടുത്തൊരു അടുപ്പത്തിലല്ലെന്ന് വിചാരിച്ചോ. വിശുദ്ധമായ പിണക്കങ്ങളാണ് പെന്തക്കോസ്തുകാർക്കുള്ളത്, എല്ലാം നീതിയുടെ പേരിലായിരിക്കും. അപ്പോ ഈ കൊച്ചിന് വിശക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട്, എടാ അവിടെ നിന്ന് ആന്റി വല്ലതും കഴിച്ചിട്ട് പോകാന്നൊക്കെ പറയും, നീ മിണ്ടരുത്, വേണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഞാൻ നിനക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കി കഴിച്ചാൽ മതി. ശരി അമ്മേ. അവിടെ ചെന്നപ്പോഴേക്കും എന്റെ കൺട്രോൾ നല്ല വിശപ്പുണ്ട്. അപ്പൊ ഈ ആന്റി ചോദിക്കും, മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? അപ്പൊ പറയാം, വിശക്കുന്നില്ലേ? ഇല്ല, വേണ്ട. അത് കൊച്ചിനെ വളരെ ചെറുപ്പത്തിലേ നമ്മൾ പഠിപ്പിച്ച ഒരു അത്തിയിലെ അത് അവൻ ഭംഗിയായിട്ട് വെച്ചു, മിടുക്കൻ. ഇതിന് സംസ്കാരം എന്ന് പറയുന്നത്. ഇനി അവൻ അങ്ങനെ അത്തിയിൽ അങ്ങനെ ഭംഗിയായിട്ട് വെച്ചില്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അടി കിട്ടും. കൃത്യമായിട്ട് വെച്ച് പരിശീലിപ്പിച്ചു. ഇനി അവനോട് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞ ആന്റി അത്തിയിലെ അവിടെ എങ്ങൊന്നുമില്ല, പക്ഷെ അതും അത്തിയിലെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഈസി ആയിട്ട് ഈ മാനിപ്പുലേഷൻ. പിന്നെ നമ്മൾ ഇത്തിരി ദീർഘമായിട്ട് പ്രാർത്ഥിച്ചു, പാസ്റ്റർ ഹല്ലേലൂയ ഹല്ലേലൂയ നിർത്താൻ വേണ്ടിയാ പറയുന്നത്, പക്ഷെ ഇവൻ നിർത്തുകയല്ല. കാരണം അങ്ങനെ പ്രാർത്ഥിച്ചു, സഭയുടെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പങ്കെടുത്തു. ഇങ്ങനെയൊക്കെ ചാരിറ്റി ഗിവിങ്, മിഷൻ ഗിവിങ്, ഇതിന്റെ എല്ലാ ഫ്രണ്ടിൽ നിന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കും. എന്ത് നല്ല ഒരു മനുഷ്യൻ, എന്തൊരു ഭക്തൻ, എന്തുമാത്രം പൈസ കൊടുത്തു നോക്കിയേ, ഇക്കാലത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? അപ്പൊ അതിനർത്ഥം ഈ അത്തിയില കൊണ്ട് ഇട്ട ഉടുപ്പ് സൂപ്പർ ആയിരുന്നു, അതിനാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ അകപ്പെടുമ്പോൾ ഈ അഭിനയം കൊണ്ടൊന്നും ഒരു പണിയും നടക്കില്ല. അവൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന, ആരെയും കാണിക്കാതെ മറച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ വിചാരങ്ങളെയും അതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ അത്തിയിലെ അണിയുക, ആക്ട് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പില് ഞാൻ നല്ലതാണെന്നും എന്റെ ഭാഗത്ത് നീതി ഉണ്ടെന്നും നമ്മൾ ആക്ട് ചെയ്യുക. ഓക്കെ, ഈ ആക്ടിങ് ഈ ജഡ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഫ്ലഷ് ലൈഫ്. കാരണം അഭിനയിക്കാതെ ഫ്ലഷ് ലൈഫിന് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അവന്റെ ഒറിജിനൽ സാധനം എന്ന് പറയുന്ന മഹാവൃത്തികേടാണ്. അപ്പൊ ഒരിക്കലും വെളിയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ജഡജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അത്തിയിലകൾ ഇപ്പൊ നമ്മള് IPC-യിലെ, നിങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് അല്ലേ? ആണോ? എന്തെങ്കിലും ആട്ടെ. IPC-യിലെ പിള്ളേര് PYPA-ക്കാര് അവര് 2 വർഷം മുമ്പ് ഒരു രക്തദാന ക്യാമ്പ് നടത്തി. എനിക്ക് അത്ഭുതം തോന്നി, പെന്തക്കോസ്തുകാർ രക്തം കൊടുക്കുവോ? എന്തായാലും ആയിക്കോട്ടെ, രക്തം കൊടുത്ത 2 നേരം ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ. പക്ഷെ അത് കഴിഞ്ഞ് ഇവര് വരുന്നൊരു വരവുണ്ട്, അത്തിയിലേക്കാണെങ്കിൽ
ഞങ്ങൾ ഇന്നേ ഒരു തെറ്റും ചെയ്യാത്തവരെ പോലെ എല്ലാവരും ഭയങ്കര ബഹുമാനമായിരിക്കും ഒന്നുകൊണ്ട് സിക്കുക. നമ്മുടെ പിള്ളേരൊക്കെ പോയി ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് വന്നേനെ മഹാ തല്ലിപ്പുകളായിരിക്കും. പക്ഷെ അതെല്ലാം മറച്ചു വെക്കാൻ ഒരു അത്തിയിൽ അവർക്ക് കിട്ടി. 2 വർഷം മുമ്പ് പ്രളയം നടന്ന മുഴുവൻ അത്തിയിലായിരുന്നു. എല്ലാവരും കിട്ടുന്നിടത്ത് എല്ലാം അത്തിയിലെ വാരി ഫിറ്റ് ചെയ്തു. 50 രൂപ കയ്യിലുള്ളവരും അത് എങ്ങനെയെങ്കിലും അത്തിയിലെ മേടിക്കാൻ ഉപയോഗിച്ചു. അങ്ങനെ ആളുകളുടെ മുൻപിൽ എല്ലാം നമ്മൾ മിടുക്കന്മാരായി. റിയൽ സ്നേഹമല്ലായിരുന്നു. റിയൽ സ്നേഹമായിരുന്നെങ്കിൽ ഈ പ്രളയം കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചേനെ ആ വീട്ടിലൊക്കെ ഇരുന്ന അമ്മച്ചി, ഒറ്റയ്ക്ക് ഇരുന്ന അമ്മച്ചി ഇപ്പോഴും ഉണ്ടോ, അല്ലേ? ചോദിക്കില്ലേ? ഒറ്റയ്ക്കുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ അവിടെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അഭയകേന്ദ്രത്തിലൊക്കെ ആക്കി. ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ അമ്മച്ചി ഇതിലെ പോയി നമ്മൾ നോക്കിയില്ല. കാരണം എന്താ? സ്നേഹമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അത്തീരെ പറക്കാൻ പോയതായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കാര്യം മഹാപ്രശ്നത്തിലാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഈ ഫ്ലഷ് ലിവിങ് നമുക്ക് തന്നെ മനസ്സിലാവില്ല. നമ്മളോട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അഭിനയിക്കാൻ തുടങ്ങും. ഈ നമ്മളോട് തന്നെ അഭിനയിക്കുന്ന ഒരു വലിയ സെൽഫ് ഡിസെപ്ഷനാണ്. 10 പ്രാവശ്യം ഒരു കള്ളം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് ശരിയായിട്ട് വരും. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഈ ആത്മീക ഡിസെപ്ഷൻ, സ്വയം വഞ്ചിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ അഭിനയിക്കുന്ന അഭിനയങ്ങൾ, എന്റെ കർത്താവേ, if you analyze our life, we will be scared. മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ് ഇതുപോലെ വക്രതയും കുരുട്ടുമുള്ള ഒരു സാധനം. എന്നിട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് നോക്കുക. നമ്മുടെ അഭിനയം എല്ലാം എങ്ങനെ നോക്കിയിരിക്കുക. ഹി നോസ് എവറിഥിങ്. നമ്മൾ വിചാരിക്കുന്ന കർത്താവ് അഭിനയം മാത്രമേ കാണുന്നുള്ളൂ, നമ്മുടെ പ്രശ്നം. എന്നിട്ടും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ദാറ്റ്സ് അൺബിലീവബിൾ ഫോർ മീ. ഹൗ ക്യാൻ ഹി ലവ്? ഹൗ കുഡ് ഹി? ഇനി ഫ്ലഷ് ലൈഫിന്റെ വേറൊരു പ്രത്യേകത, ക്രിസ്തുവിന്റെ ജീവൻ ഇല്ലാത്തതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? വി ബ്ലെയിം അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർ എപ്പോഴും കുറ്റം പറയും. ഈ മറ്റുള്ളവർ കുറ്റം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഷിഫ്റ്റിംഗ് ദ ബ്ലെയിം എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അത് അവൻ അങ്ങനെ ചെയ്തു. ആദമിനോട് ദൈവം ചോദിക്കുക, എന്താടാ നീ നഗ്നാൻ തോന്നാൻ, നീ ആ പഴം പറിച്ച് തിന്നല്ലേ? അപ്പൊ ആദം പറയാം, എന്റെ കൂടെ ഇരിക്കാൻ നീ ഒരു പെണ്ണിനെ തന്നായിരുന്നല്ലോ, ഒരു സ്ത്രീയെ, അവളാണ് എനിക്കിത് പറിച്ചു തന്നത്. അപ്പൊ ഏതായാലും കർത്താവ് തന്ന സ്ത്രീയല്ലേ, എന്നാ പിന്നെ കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു. അപ്പൊ ആരാ പ്രതി? ആരാ പ്രതി? ഹവ്വയല്ല പ്രതി, ദൈവമാണ്. ഇങ്ങനത്തെ ഒരു ഹവ്വയെ ആദമിന് കൊടുക്കാൻ നേരത്തെ ആദമിനോട് അഭിപ്രായം ചോദിച്ചോളൂ ദൈവം? ഇല്ല. ആദം ഉറങ്ങിക്കിടന്നപ്പം ഒരഭിപ്രായം ചോദിക്കാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒരാളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ആള് തന്നെ ആദമിനെ കൊണ്ട് പഴം തീറ്റിപ്പിച്ചിട്ട് ദൈവം ആദമിനെ നീ എന്തിനാണ് തിന്നെന്ന് ചോദിക്കുമ്പോൾ ന്യായമായിട്ട് ആദമിന് ചോദിക്കാൻ മേലെ ദൈവത്തോട്, കർത്താവേ, കുറച്ചുകൂടെ നല്ലൊരു ഭാര്യ എനിക്ക് തന്നായിരുന്നു, ഞാൻ ചെയ്യൂലായിരുന്നു. പല ആദന്മാർക്കും അങ്ങനെ ചിന്തയുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു ഹവ്വയെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ തകർത്തേനെ, സുവിശേഷകരിൽ പൊളിച്ചേനെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വേറൊരു ഗുട്ടൻസ് ഉള്ള എന്തെന്നറിയാം? ഈ ആദമിനെ ആ ഹവ്വയെ കിട്ടുമായിരുന്നുള്ളൂ. കാരണം ആദമിന്റെ എക്സാക്ട് സ്വഭാവമാണ് ഹവ്വയുടെ. ആദം ഈ പഴം തിന്നുകൊണ്ട് ആദമിന് അവൻ ബെറ്റർ ആണെന്നും ഹവ്വ പ്രശ്നക്കാരിയെന്ന് തോന്നുന്നത്. ശരിക്കും അങ്ങനല്ല. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന നിങ്ങളുടെ ഇടത്തോ വലത്തോ ഇരിക്കുന്ന ആളുണ്ടല്ലോ, കറക്റ്റ് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുക അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ഒന്നും ധരിക്കുന്ന. പക്ഷെ ശരിക്കും നിങ്ങളായിരിക്കും പ്രശ്നക്കാർ. ദൈവം യോജിപ്പിക്കുന്നൊക്കെ ഏതാണ്ട് ഒരേ ടീമുകൾ തന്നെയാണ്. പക്ഷെ ചില ആൾക്കാർ സംസ്കാരം കൂടുതലുള്ളതുകൊണ്ട് വായിൽ വരുന്നൊന്നും പറയുന്നില്ല. വേറെ ചിലർ സംസ്കാരം കുറവായതുകൊണ്ട് വായി വരുന്നൊക്കെ പറയുന്നു. വേറെ ചിലർക്ക് ടെമ്പറാമെന്റിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുന്നു. മറ്റു ചിലർക്ക് ടെമ്പറാമെന്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ചൂടാകുന്നില്ല, ഉള്ളിൽ ദേഷ്യം വരുന്നുണ്ട്, അവിടെ പൊളിഞ്ഞ് കിടക്കുക, ദേഷ്യം, നല്ല ദേഷ്യവും വൈരാഗ്യവും വരുന്നുണ്ട്, പക്ഷെ അടക്കി വെക്കുന്നു, അവൻ മാന്യനാവുന്നു. മനസ്സിലായോ? അപ്പൊ ഹവ്വയോട് ചോദിച്ചു ദൈവം, നീയാണോ ആദമിനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചത്? ഹവ്വ പറഞ്ഞു, എന്റെ കർത്താവ് ഞാനല്ല. ഹവ്വ പെന്തക്കോസ്തുകാരിയായിരുന്നു. ഹവ്വ കൃത്യമായിട്ട് പറഞ്ഞു, അത് പിശാചിന്റെ പണിയാണ്, സാത്താന്റെ ഉപദ്രവമാണ് ബ്രദറെ എന്ന് പറഞ്ഞില്ല. കൃത്യമായിട്ട് പെന്തക്കോസ്തുകാരുടെ ഒരു വല്യമ്മച്ചി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഹവ്വയാണ്. എന്ത് സംഭവിച്ചാലും സാത്താന്റെ പോരാട്ടം.
അത് അവിടെ തുടങ്ങിയതാണ്. ആദമിന്റെ ഹവ്വയുടെ സ്ഥാനത്ത് ഞാൻ വല്ലോ ആയിരുന്നെങ്കിൽ കർത്താവിന്റെ കാലെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച്, എന്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ആ സമയത്ത് മറന്നുപോയതാണേ, എന്നോട് കരുണ കാണിക്കണേ എന്നും പറഞ്ഞ് ഞാൻ ആ കാലെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചേനെ എന്ന് ഞാൻ വിചാരിക്കുക. ഇന്ന് അന്ന് ആദമിനേക്കാളും കഷ്ടമായിരുന്നായിരിക്കും, അറിയത്തില്ല. പക്ഷെ ഇന്നങ്ങനെ ചിന്തിക്കുക, കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എന്നെ രക്ഷിക്കണം. അതോ അങ്ങനെ ഒന്നും പറയുന്നില്ല. ആദം എന്തിനു പറയണം? ആദം നോക്കുമ്പോ അവനെ ചതിച്ചത് ദൈവം തന്നെയാ. സോറി വേണമെങ്കിൽ ദൈവം എന്നോട് പറയട്ടെ, കുറച്ചുകൂടെ നല്ലൊരു ഭാര്യയെ തരാത്തതിന്. ഇതാണ് ആദമിന്റെ മനോഭാവം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ജഡജീവിതത്തിന്റെ രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, അഭിനയത്തിലെ തികവായിരിക്കും. എന്റെ ഭാര്യ വീട് കർണാടകയിലാണ്. അവിടെ ഒരു വീട്ടില് ഒരു ചർച്ചില് ഒരു 2-3 പാസ്റ്റർമാർ മൈസൂരിൽ നിന്ന് വന്നു. പ്രസംഗം കഴിഞ്ഞ് അവർ പോകാൻ നേരത്ത് ഒരമ്മച്ചിക്ക് പ്രസംഗം വളരെ ഇഷ്ടപ്പെട്ടു, പാസ്റ്റർമാരെ ഇഷ്ടപ്പെട്ടു. ആ അമ്മച്ചി എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർമാരോട് പറഞ്ഞു, പാസ്റ്റർമാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് പോകാവൂ. അപ്പൊ ഇവര് പാവങ്ങൾ വിചാരിച്ചു, പാവപ്പെട്ട അമ്മച്ചി വിളിച്ചല്ലേ, ശരി അമ്മച്ചി എന്ന് ഇവർ പറഞ്ഞു. അത് സംഭവം നടന്ന സംഭവം. അതിന് പാസ്റ്റർ പറഞ്ഞു, ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു, ഇവിടെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞു. ഇവര് നേരെ പാസ്റ്റർ പറഞ്ഞു, ഈ അമ്മച്ചിയാണ്, എന്നാ പിന്നെ പോവാന്നും പറഞ്ഞ് അമ്മച്ചിയുടെ വീട്ടിലോട്ട് പാസ്റ്ററിനോട് ചേർന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ചോറും ഇല്ല, കഞ്ഞിയുമില്ല, ഒന്നുമില്ല. അമ്മച്ചി ചുമ്മാ പറഞ്ഞായിരുന്നു. ഈ പാസ്റ്റർമാരും ചുമ്മാ പറയും മറുപടി, സാരമില്ല അമ്മച്ചി, പിന്നെ ഒരിക്കലും ആവട്ടെ എന്ന് പറയുന്ന പാവം അമ്മച്ചി വിചാരിച്ച്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് അബദ്ധം മനസ്സിലായി. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും, ഒരു വകയിൽ അരി പോലും ഇല്ല. എന്നിട്ട് അവരുടെ മകൻ എങ്ങാണ്ടും പോയി ആഹാരം മേടിച്ചുകൊണ്ട് കൊടുത്തു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് മിണ്ടാതിരുന്നാൽ അത്രയും കുഴപ്പമില്ല. നമുക്ക് പക്ഷെ ഇത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഫ്ലഷ് ലൈഫിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ആക്ടിങ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മറ്റൊരാളെ ബ്ലെയിം ചെയ്യാതിരിക്കാനും പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ജീവനാണ് ജീവിക്കുന്നത്. ഉണ്ടെങ്കിൽ പ്രശ്നത്തിലാണ്. നമുക്ക് കർത്താവിന്റെ ജീവൻ ആവശ്യമാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത വിഷയം. ഹൗ ടു ബി സേവ്ഡ് ഫ്രം സച്ച് ഫിൽത്തി ബിഹേവിയർ. ഇൻ അതർ വേർഡ്സ്, ഹൗ ടു ബി സേവ്ഡ് ഫ്രം ദാറ്റ് ഫിഗ് ലീവ്സ്. ബ്രദറെ, ഞാൻ ബ്രദറിനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്തൊക്കെയാ ഓർക്കുന്നെന്ന് പറയുന്നില്ല, അതെന്തൊക്കെയൊക്കെ ആയിരിക്കും. അഹങ്കാരി, അവനെ കുറെ നാളായിട്ട് കാണുന്നില്ല, ഏതായാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. പക്ഷെ ഇയാൾ എന്താ പറയുന്നത് അവിടെ? എന്റെ ബ്രദറെ, നിങ്ങളെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്താ ഓർക്കുന്നതെന്ന് പറയില്ല. എത്ര നാളായി കണ്ടിട്ട്, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? അത്ര ആത്മാർത്ഥ ഇല്ല. ഒരു 100-ൽ 50 ഉള്ളൂ, ബാക്കി ഫിറ്റിങ്ങാ. ഇങ്ങനെ അഭിനയിച്ചും തട്ടിമുട്ടിയും നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടി നടന്ന് ഒരിക്കലും ഒന്നും ആകുന്നില്ല. കാരണം ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. ജഡത്തിൽ നിന്ന് ജീവൻ ഉണ്ടാവില്ല. ജഡത്താൽ ജനിച്ചത് മുഴുവൻ ജഡമാകുന്നു. മനസ്സിലായോ? അങ്ങനെ നല്ല പ്രവൃത്തി ചെയ്ത് നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകാൻ പറ്റില്ല. നമ്മളുടെ ഒരു ലൈറ്റും ഇല്ല. അപ്പൊ പിന്നെ ലൈറ്റ് നമുക്ക് ഉയരത്തിൽ നിന്ന് വരണം. ഓക്കെ, ഇനി നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 4, 5, 6 മുമ്പോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ഓക്കെ, മുമ്പോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ദൈവം അയച്ച അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇവരിൽ പ്രകാശിക്കുന്നു, ഇരുൾ അതിനെ പിടിച്ചിറക്കിയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ യോഹന്നാൻ വന്നത് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. എന്തിനാണ് വെളിച്ചത്തെക്കുറിച്ച് അങ്ങനെ സാക്ഷ്യം പറയുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
വെളിച്ചത്തെ കുറിച്ച് എന്തിനാ സാക്ഷ്യം പറയുന്നത്? നമ്മൾ ഇരുട്ടത്ത് നല്ല ഇരുട്ടത്ത് കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ എന്ത് പറയും? ഓ എന്റെ സഹോദര ഒന്ന് ലൈറ്റ് ഓൺ ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞിട്ട് ഓൺ ചെയ്യേണ്ടെന്ന് ചോദിക്കില്ലേ? നിങ്ങൾ ചോദിക്കൂ. എന്തിനാണെന്നറിയോ? നമ്മുടെ കണ്ണൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഇരുട്ടത്തിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഒരു പ്രത്യേകതരം സെല്ലുകളാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അതിന് റോഡ് സെൽസ് എന്ന് പറയാം. പെട്ടെന്ന് ലൈറ്റ് എക്സ്ട്രാ അടിച്ചു കഴിയുമ്പോഴേക്കും ഈ റോഡ് സെൽസ് കൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി ലൈറ്റ് ഈ സെല്ലുകളിലോട്ട് ചെയ്യില്ല, ഭയങ്കരമായിട്ട് കണ്ണ് അടഞ്ഞ് ഉള്ളൊരു ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വാൺ ചെയ്യുന്നത്, ഒന്ന് ലൈറ്റ് ഒന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓൺ ചെയ്യും. അപ്പൊ അതുപോലെ ഇരുട്ടത്തിരിക്കുന്ന ജനത്തിന് പെട്ടെന്ന് സകലരെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം വന്നപ്പോൾ, സകലത്തെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം വന്നപ്പോൾ അവർക്ക് കണ്ണ് ചിമ്മി പോകുന്ന ഒരവസ്ഥ, അതായത് ആ വെളിച്ചത്തെ വെറുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് യോഹന്നാൻ വന്നിട്ട് പറയുന്നത്, സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് മിസ്സായി പോകും. അതുകൊണ്ട് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ലൈറ്റ് ദാറ്റ് വിൽ ബ്രൈറ്റൻ അപ്പ് എവ്രിവൺ. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയാണ്, 9-ാം വാക്യം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അടുത്ത വാക്യം, ഈ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് മാനിഫെസ്റ്റഡ് ബിഫോർ എവരിവൺ എന്നാണ് അർത്ഥം. ക്രിസ്തു നേരത്തെ തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സൂചനയാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഈ മനുഷ്യാവതാരം സംഭവിക്കുന്നത് കന്യാമറിയമിലൂടെ BC 4-ാം ആണ്ടിലാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിനു മുമ്പ് കർത്താവ് മനുഷ്യരൂപത്തിൽ മനുഷ്യ ശരീരത്തിലില്ല. എന്നാൽ ദാനിയേൽ അവനെ കാണുന്നുണ്ട്, മനുഷ്യപുത്രന് സദൃശനായവനെ കണ്ടു. ഏൻഷ്യന്റ് ഓഫ് ഏജസ്, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, കാലാതീതനായവൻ, someone who is beyond time and its calculations. അതുപോലെ യെശയ്യാവ് അവനെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായി ക്രിസ്തുവിനെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്, പിതാവായ ദൈവമല്ലേ പാസ്റ്ററെ? നോ. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കാണുന്നത് പിതാവായ ദൈവത്തെ അല്ല, പുത്രനായ ദൈവത്തെയാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം മുതൽ യെശയ്യാ പ്രവാചകന്റെ ആ ദർശനം യേശുക്രിസ്തു ആയിരുന്നു എന്നുള്ളതിന്റെ റെഫറൻസ്. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറിഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനെ വിശ്വസിച്ചില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. ഇത് 53-ാം യെശയ്യാവിന്റെ 53 നമുക്കറിയാം. യു ഓൾറെഡി നോ ഇറ്റ്, അല്ലേ? ഓക്കെ. ഇനി അപ്പൊ അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായിരുന്നു ഇവരുടെ ഏൽപ്പിക്കപ്പെട്ടിരുന്നത്, യെശയ്യാവിന്റെ ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. ഓക്കെ. അപ്പൊ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്ത ഏൽപ്പിച്ചു. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റിയുമില്ല. 39-ാം വാക്യം പറയണം, അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം ധരിപ്പിച്ചിരിക്കും. ഇത് അധ്യായമെന്നറിയോ? ഇത് 6-ാം അധ്യായം. 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് ഈ വാക്യങ്ങളുള്ളത്. അവർക്ക് വിശ്വസിപ്പാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണ്? അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം ധരിപ്പിച്ചിരിക്കും. അപ്പോൾ 6-ാം അധ്യായത്തിൽ തുടങ്ങിയ യാത്രയാണ്. അടുത്ത വാക്യം നോക്കി, യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. ആരെ കുറിച്ചാണ്? അവൻ ആരാ ഇവിടുത്തെ?
പുത്രനാണ്. എവിടെ നമ്മളത് വായിച്ചത്? 37-ാം വാക്യത്തിൽ അല്ലെ? ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയവരെ വിട്ടുമറിഞ്ഞ് അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ അവന്റെ തേജസ്സാണ് ഞങ്ങൾ കണ്ടതെന്ന് പറയുമ്പോൾ അവിടെ പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പുത്രനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. യെശയ്യാവ് അവന്റെ സാക്ഷ്യം കണ്ടിട്ട്, അതായത് യെശയ്യാവിന് പറ്റിയ ആ ഒരു കാഴ്ച യെശയ്യാവ് 56-ാം അധ്യായത്തിൽ കാണുന്നത് ദൂതന്മാർ ഭയപ്പെടുന്ന ക്രിസ്തുവിനെയാണ്. ദൂതന്മാർ ഭയപ്പെടുന്ന ക്രിസ്തു. ദൂതന്മാർക്ക് അവരുടെ കർത്താവിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, അവർക്ക് നിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ പാദങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല, അവർക്ക് കർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ ശരിക്കും കർത്താവിനെ ആരാധിക്കുന്നില്ല. ഒരു ദൂതൻ വേറൊരു ദൂതനോട് പറയുക ചെയ്യുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ദൂതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അവർക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു വാക്ക് കർത്താവിന് മുമ്പിൽ ഉച്ചരിക്കാൻ പറ്റാത്ത അത്ര ഭയങ്കര ആങ്സൈറ്റിയിലാണ് ദൂതന്മാർ നിലവിളിക്കുന്നത്. അവരുടെ ചിലമ്പുന്ന ശബ്ദം, വെപ്രാളം സൈന്യങ്ങളുടെ ദൈവത്തിന് മുമ്പിൽ ദൂതന്മാർ വെപ്രാളത്തോടെ നിലവിളിക്കുന്ന കണ്ടിട്ടാണ് യെശയ്യാവിന് ഇത്രയും നേരം എന്റെ കർത്താവേ, ഞാൻ ഇവരെല്ലാം ചീത്ത പറയായിരുന്നു, ഞാനും അതുപോലൊരു പാപിയാണല്ലോ എന്ന് യെശയ്യാവിന് മനസ്സിലാകുന്ന ഒരൊറ്റ കാഴ്ചയിലാണ്. അപ്പോ കർത്താവിന്റെ വെളിപ്പാടുണ്ടായി കഴിയുമ്പം യെശയ്യാവ്, അതുവരെ യെശയ്യാവ് വിചാരിച്ചിരുന്ന സാധാരണ നമ്മുടെ പ്രസംഗരൊക്കെ വിചാരിക്കുന്ന പോലെ എല്ലാവരും പ്രശ്നത്തിലാണ്. ഇപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ കേൾക്കുന്നത്? ഈ 43 പേര്. നിങ്ങൾ 42 പേരും എന്തോ പ്രശ്നത്തിലാണ്. അതിന്റെ സൊല്യൂഷൻ ഈ ചേസ് എന്ന് പറയുന്ന ആളുടെ കയ്യിലുണ്ട്. ഇതാ സൊല്യൂഷൻ, പിടിച്ചോ. ഈ രീതിയിലാണ് എല്ലാവരും പ്രസംഗിക്കുന്നത് അല്ലെ? എന്നോട് ഇത് ഇങ്ങനെയാണ് ഈ പ്രസംഗന്മാരുടെ മനസ്സിലിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു തന്ന ആരാന്നറിയോ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഇന്റർ കൊളീജിയേറ്റ് അല്ലെങ്കിൽ സെക്യുലർ ഡിബേറ്റുകളിൽ ഒക്കെ പങ്കെടുക്കുമായിരുന്നു. YMCA നടന്ന ഡിബേറ്റുകൾ ഇങ്ങനെയൊക്കെ പോയായിരുന്നു. അപ്പൊ ഈ സ്റ്റേജുകൾ എനിക്ക് വലിയ പ്രയാസമായിരുന്നില്ല ഒരിക്കലും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സുവിശേഷം വിശ്വസിക്കാനുള്ള കൃപ ഉണ്ടാകുന്നത്. ഞാൻ വചനം പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ വചനം പ്രസംഗിക്കാൻ എന്നെ പാസ്റ്റർ ആദ്യം ഏൽപ്പിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് 1/2 മണിക്കൂർ വചനം സംസാരിക്കണം. ഞാൻ വിചാരിച്ചു, ഓ ഫൈൻ, നിസ്സാര കാര്യം. ഞാൻ ബൈബിളിൽ നിന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ കൊണ്ടുപോയി 1/2 മണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ പ്രിപ്പയർ ചെയ്ത വാക്യത്തെ കുറിച്ച് ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ വിറച്ച് വേർത്ത് കണ്ണു തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു 1/2 മണിക്കൂർ തന്നിട്ട് ഒരു 15-20 മിനിറ്റ് പോലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കണ്ണടച്ചു പിടിച്ച, ഫുൾ ടൈം കണ്ണടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് I was shocked because this was a completely different thing. ഞാൻ ഇതിനു മുമ്പ് അത് ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിക്കുന്നവന്മാരെല്ലാം വിചാരിക്കുന്നത് അവന്മാർക്ക് ഭയങ്കര വിവരമാണെന്നും ബാക്കി ഫ്രണ്ട് ഇരിക്കുന്നവന്മാരെല്ലാം ഒരുവിധം കഴുതകളാണെന്നും, അപ്പൊ അവരോട് ഞങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് വിവരം ഉണ്ടാവുകയില്ലെന്നും രക്ഷപ്പെടുകയില്ലെന്നും ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഈ പ്രസംഗകര് സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് ഒരു സാർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളെ കളിയാക്കി പറഞ്ഞതാണ്. പക്ഷെ അന്ന് തൊട്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. പക്ഷെ സുവിശേഷം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, കർത്താവ് അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയാൻ സമ്മതിക്കായിരുന്നു. യെശയ്യാവിന് അത് തന്നെ സംഭവിച്ചത്. യെശയ്യാവ് ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഇവന്മാരെല്ലാം നന്നായ മതിയായിരുന്നു എന്ന്. ആരാ? ഈ ചുറ്റുമുള്ളവര് നന്നായാൽ സംഭവം നന്നാവും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. നമ്മുടെ സഭ നന്നാണെങ്കിൽ ഇവന്മാരൊക്കെ ഒന്ന് മാനസാന്തരം. ഞാനില്ല കേട്ടോ, ഐ ആം ഓൾറെഡി ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദം. പിന്നെ ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് ആരാ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും, എന്നാലും ഇവന്മാരെക്കാളൊക്കെ ഇവരെല്ലാം ഒന്ന് മാനസാന്തരപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ സഭ രക്ഷപ്പെട്ടു. ഇങ്ങനെ യെശയ്യാവ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ യെശയ്യാവ് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്റെ കയ്യിൽ സൊല്യൂഷൻ ഒന്നും ഇല്ല, ഞാനും പ്രോബ്ലമാണ്, അവരും പ്രോബ്ലമാണ്, സൊല്യൂഷൻ കർത്താവിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ള റൈറ്റ് ഉണ്ടാവുന്നത്. അതുവരെ യെശയ്യാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പ്രവചിക്കുന്നില്ല. ഈ 6-ാം അധ്യായത്തിൽ ഈ ദർശനം കണ്ട ശേഷം 7-ാം അധ്യായത്തിലാണ് കർത്താവ് ആദ്യമായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രവചനം നടത്തുന്നത്. അല്ല, യെശയ്യാവ് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നു അല്ലെ? അത് 7-ാം അധ്യായമാണ്. 9-ാം അധ്യായത്തിലാണ് പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അപ്പോ 6-ാം അധ്യായത്തിലെ വലിയ ദർശനത്തിന് ശേഷമാണ് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു റിപ്പോർട്ട്, ആര് ഞങ്ങൾക്ക് വേണ്ടി പോകും എന്ന് ചോദിച്ചിട്ട് യെശയ്യാവിന്റെ ഹൃദയത്തിനകത്തേക്ക്
നമ്മളെല്ലാം തകർക്കുന്ന, യെശയ്യാവിനെ വരെ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ മഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അത്ഭുതകരമായ സുവിശേഷത്തിന്റെ വെളിപ്പാട് യെശയ്യാവിന് കിട്ടിയ ശേഷമാണ് അവൻ മെസ്സാനിക് പ്രോഫസീസ് നടത്തുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? ഈ മഹത്വത്തിൽ ഇരിക്കുന്ന കർത്താവ് 53-ാം അധ്യായം വായിക്കുമ്പോൾ, ഈ 2 വാക്യങ്ങളല്ലേ യോഹന്നാൻ മിക്സ് ചെയ്തിരിക്കുന്നത്? 53-ാം അധ്യായം 6-ാം വാക്യം. 53-ാം അധ്യായം വായിക്കുമ്പോൾ ഈ യെശയ്യാവ് കാണുകയാണ്, എന്റെ കർത്താവെ, സിംഹാസനത്തിൽ ദൂതന്മാർ പോലും നോക്കാൻ മടിച്ചിരുന്ന എന്റെ കർത്താവ്. ഇപ്പൊ നോക്കിക്കേ, ഈ മരുഭൂമിയിലൂടെ കണ്ടാൽ ആളെല്ലാം തോന്നുമാറ് തകർക്കപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, അടികൊണ്ട് ക്രൂശില് തകർക്കപ്പെട്ട് ചെയ്സ് എന്ന് പറഞ്ഞൊരു പാവിയെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും ദൂതന്മാരുടെ ആരാധന മാറ്റി വെച്ചിട്ട് അവൻ ഈ മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച യെശയ്യാവ് കണ്ടിട്ട് പറയാണ്, എന്റെ കർത്താവെ, ഞങ്ങൾ ഈ 2 കാഴ്ചകൾ എങ്ങനെ കൂട്ടിമുട്ടിക്കും? ഇത് മനുഷ്യരോട് എങ്ങനെ പറയും? ദൈവം ഇങ്ങനെ ഇറങ്ങി ഒരു മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ട് ഇതിലെ റോഡിലൂടെ നടന്നുവെന്നും ഇവിടെ ആഹാരം കഴിച്ച് വേർപ്പ് തുള്ളിലായി വീഴുന്ന പോലെ മനുഷ്യർക്ക് വേണ്ടി, പുഴുക്കളെ പോലെ നശിച്ചു പോണ്ട ഈ മനുഷ്യർക്ക് വേണ്ടി അധ്വാനിച്ചു എന്നൊക്കെ ഞങ്ങൾ എങ്ങനെ ഒരു റിപ്പോർട്ട് ജനത്തിന് കൊടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഐസയ വാസ് കൺട്രോൾഡ് ബൈ those visions. അപ്പൊ യേശു ക്രിസ്തു അത്ര വലിയ വെളിച്ചമായിട്ട് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അവന് മുന്നോടിയായി വരികയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടോ എവ്രി വൺ. കാരണം അവന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. യോഹന്നാൻ പറയാണ്, എനിക്ക് അങ്ങേയറ്റം നിങ്ങളെ മാനസാന്തരപ്പെടുത്താൻ ഉള്ള സുവിശേഷം പറയാനേ പറ്റുള്ളൂ, പക്ഷെ നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള വീശുമുറവുമായിട്ടൊരുത്തം വരുന്നുണ്ട്. അവൻ നിങ്ങളെ എന്ത് ചെയ്യും? ഗോതമ്പിനെ പോലെ പാറ്റി വീണ്ടെടുക്കപ്പെടേണ്ടവരെ ആത്മാവിനാലും കത്തിച്ചു കളയേണ്ടവരെ തീക്കകത്തും മുക്കാൻ അധികാരമുള്ള അധികാരസ്ഥനായ രാജാവായ ദൈവം എന്റെ പിന്നാലെ വരുന്നുണ്ട്. അവൻ വരുമ്പം നിങ്ങൾ ഓർത്തോണം, മാനസാന്തരപ്പെടാതെ അവന്റെ മുമ്പിൽ ചെല്ലാൻ കഴിയത്തില്ല. ഞങ്ങളെ തന്നെ ഉപേക്ഷിക്കാതെ, നമ്മെ തന്നെ വിട്ടുകളയാതെ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ ദൈവത്തിന്റെ ആ ഒരു ജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ അതെന്താണ് ഇതിന്റെ പ്രൊസീജിയർ? സ്വന്തമായതിലേക്ക് അവൻ വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായതിലേക്ക് അവൻ വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അല്ലെ? അപ്പൊ കൈക്കൊണ്ടില്ല. അടുത്ത വാക്യം എന്താ പറയുന്നറിയോ? എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. ഈ വാക്യം ശ്രദ്ധിച്ചു നോക്കി. മനുഷ്യർ ഒത്തിരി മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണിത്. ഓക്കെ, എന്താണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. നമുക്ക് സാധാരണ ഉണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയല്ലാതെ രക്തത്താൽ ആരും ദൈവത്തിന്റെ മക്കളാവില്ല. അത് അപ്പനും അമ്മയും വിശ്വാസിയായതുകൊണ്ട് മക്കളാവില്ല. 2, ജഡത്തിന്റെ ഇഷ്ടത്താലും വരില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചർച്ചില് കൺവെൻഷൻ പ്രസംഗം നടക്കുമ്പോൾ അവിടെ കൈ പൊക്കിയായിരുന്നു നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ ആകും. നിങ്ങളുടെ ജഡം അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ ആവില്ല. പല ആൾക്കാരും തീരുമാനം എടുത്ത് ദൈവമക്കളായവരാ അല്ലെ? അങ്ങനെ ദൈവത്തിന്റെ മക്കളാവാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു കസേരയിൽ ചാരിയിരുന്ന് ഒരു തീരുമാനമെടുത്ത് ഈ ലോകത്ത് വന്ന് ജനിച്ചവരാണോ? ഒത്തിരി നേരമായി, മരമായില്ല, എന്തായാലും ആട്ടെ, ഞാൻ ഈ അപ്പന്റെ അമ്മയുടെ മോനായിട്ടൊന്ന് ജനിച്ചേക്കാം എന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് വന്ന ആൾക്കാരെല്ലാം ഉണ്ടോ? ആരുമില്ല. അപ്പം മനുഷ്യന്റെ മകനായിട്ട് ജനിക്കാൻ പോലും നമുക്ക് തീരുമാനം എടുത്ത് ജനിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളാകുന്നത്? നമ്മൾ തീരുമാനം എടുത്താകുന്നത്?
കേട്ടോ, എവിടെ പ്രസംഗം സുവിശേഷത്തെ കുറിച്ച് കേട്ടാലും ഉടനെ ആൾക്കാർ പറയുന്നുണ്ട്, ഒരു തീരുമാനം എടുത്തിട്ട് പോകാവൂ ബ്രദറെ. സഹോദരങ്ങളെ, ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല തീരുമാനം എടുക്കാൻ. നിലവിളിച്ച് അലറി കരയാനാ പറയുന്നത്. മാനസാന്തരപ്പെട്ട് കർത്താവിനോട് രക്ഷയ്ക്കായി നിലവിളിക്കാനാ പറയുന്നത്. Sometimes we are deceived into believing that human decision can regenerate us. No, we cannot. അതുകൊണ്ട് അവിടെ പറയുന്നത് ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. യോശുവ പറയാണ്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ഓക്കെ, യോശുവ പറയുക. യോശുവയ്ക്ക് അത് പറയാം, പുതിയ നിയമത്തിൽ പറയാൻ പറ്റില്ല. ഞാനും എന്റെ കുടുംബവും ഒന്നും പറയാൻ പറ്റില്ല. എന്റെ കാര്യം പറയാം, എന്റെ കാര്യം പറയാം. ഒരു വീട്ടിലൊരു പുരുഷൻ ഒരു തീരുമാനം എടുത്ത് വിചാരിച്ചുകൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊന്നും ദൈവത്തിന് മക്കൾ ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെയാ ദൈവത്തിന് മക്കൾ ഉണ്ടാകുന്നത്? ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത്. അപ്പൊ നമ്മൾ ജനിക്കുമ്പം മനുഷ്യരായ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ജീവൻ ലഭിക്കുന്ന പോലെ ദൈവത്തിന്റെ മക്കളായി ജനിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ജീവൻ ലഭിക്കണം. അവനിൽ നിന്ന് നാം ജീവൻ പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നത്. ഓക്കെ, ഈ ജീവൻ എങ്ങനെയാ? അത് നമുക്ക് അവനെ കൈക്കൊണ്ട് എന്നൊരു വാക്കുണ്ട്. ഈ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. എങ്ങനെ കൈക്കൊള്ളുന്ന കർത്താവിനെ? നിങ്ങൾ എങ്ങനെ കർത്താവിനെ കൈക്കൊണ്ടു? ഇന്ന് ആൾക്കാർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ വന്ന് മുട്ടുവാണ്, ആരെങ്കിലും വാതിൽ തുറന്നാൽ കർത്താവ് അകത്ത് വരും. ഞാൻ ഒരു ഞെട്ടിപ്പിക്കുന്ന രഹസ്യം നിങ്ങളോട് പറയട്ടെ, കർത്താവ് അങ്ങനെ ആരുടെയും വാതിൽ വന്ന് മുട്ടുന്നില്ല. അങ്ങനൊരു ഭിക്ഷാന്തേഹി അല്ല നമ്മുടെ കർത്താവ്. പ്ലീസ് എന്റെ ഡോർ ഒന്ന് തുറക്കാമോ, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, പ്ലീസ്. ഇങ്ങനെ കർത്താവ് വരുന്നില്ല. ഞാൻ പറയാം, ഞങ്ങൾ തുറക്കത്തില്ല, പ്ലീസ് തുറക്ക, എനിക്ക് നിന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് വന്ന് മുട്ടി. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഏത് വാതിലില്ല മുട്ടുന്നെന്ന് വായിച്ചിട്ടുണ്ടോ? ലൗദിക്യ സഭയുടെ ദൂതൻ എഴുതുക, കണ്ടാലും ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു. ഏത് വാതിലില്ല? സഭയുടെ വാതിലില്ല. അതൊരു അധികാരത്തിന്റെ മുട്ടലാണ്. കർത്താവ് വെളിയിലും സഭ അകത്തും ഭയങ്കര വർഷിപ്പ് ടീമാ. അവർ ഭയങ്കര പേര് കേട്ട വർഷിപ്പേഴ്സാ. അവര് പാടിയാൽ എല്ലാവരും തുള്ളും. അത്ര ഭയങ്കര വർഷിപ്പ് ടീമാ. കർത്താവില്ല. അവിടെ പ്രസംഗം തവിടുപൊടി. കർത്താവില്ല. നിങ്ങൾ വിചാരിക്കറിയേ നമ്മുടെ സഭയിലൊക്കെ കർത്താവാണല്ലോ? അല്ല, നമ്മുടെ സഭയിൽ യേശു കർത്താവില്ല. നിങ്ങളുടെ സഭയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളുടെ സഭ വന്നിട്ടില്ല. പെന്തക്കോസ്ത് അനേക സഭകളിലും യേശു കർത്താവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ എന്റെ വിഷമം മനസ്സിലാണ്. നിങ്ങൾ പോയി ഞായറാഴ്ച ആരാധനയ്ക്ക് ഒരു ചർച്ചിൽ പോയിരിക്കുന്നു. ശ്രദ്ധിക്കണേ. ഒരു ആരാധനയുടെ സ്റ്റൈൽ ഞാൻ പറയുന്നത്, ഒരു ചർച്ചിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ചെന്ന ഉടനെ രണ്ട് പാട്ട്. യാഹു നല്ല ഇടയൻ, നല്ല പാട്ടല്ലേ? വർഷിപ്പ് ചെയ്യാൻ നല്ല പാട്ട്. അടുത്തൊരു പാട്ട്, മനോഹരം, രണ്ട് പാട്ട് പാടി. നല്ല പാട്ടല്ലേ? കൈയടിച്ചാൽ നമുക്ക് തകർക്കാൻ പറ്റുന്ന രണ്ട് പാട്ടുകൾ. അത് കഴിഞ്ഞ് ഒന്ന് രണ്ടുപേര് പ്രാർത്ഥിക്കും. കർത്താവെ, വരാനിരിക്കുന്നവർക്കും വന്നുകൊണ്ടിരിക്കുന്നവരും എല്ലാം ക്ഷേമമായിട്ട് എത്തിക്കണമേ. കർത്താവ് ഇന്ന് ആരാധനയെ കൂടി വരുന്നവർക്ക് എല്ലാം അനുഗ്രഹിക്കണം. നിങ്ങൾ സങ്കീർത്തനമായി അനുഗ്രഹിക്കണമേ, പ്രസംഗം അനുഗ്രഹിക്കണമേ. എല്ലാം പ്രാർത്ഥിച്ചു. സങ്കീർത്തനം വായിച്ചു. ദാവീദിനെ കുറിച്ചൊരു പ്രസംഗം, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സാക്ഷ്യം പറയാനുള്ള സമയം. പ്രബോധനം ആരും പറയല കേട്ടോ. പ്രബോധനം പറയാൻ പാടില്ല, കാരണം പ്രബോധനം പറഞ്ഞ സഭയിൽ അടിയായിരിക്കും. ഞാൻ ഈ ബാംഗ്ലൂരിൽ ഒരു ചർച്ച ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററാണ് പാട്ട് പാടുന്നത്, പാസ്റ്ററാണ് സങ്കീർത്തനം വായിക്കുന്നത്, പാസ്റ്ററാണ് പ്രസംഗിക്കുന്നത്. ആർക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല.
ആർക്കും പ്രബോധനം പറയാൻ പറ്റില്ല. പാസ്റ്ററാണ് പാട്ട് പാടുന്നത്, പാസ്റ്ററാണ് പ്രാർത്ഥിക്കുന്നത്, പാസ്റ്ററാണ് പ്രസംഗിക്കുന്നത്, പാസ്റ്ററാണ് എല്ലാം ചെയ്യുന്നത്. ഒരു പണിയും വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. ബ്രദർ പ്രാർത്ഥിക്കുക എന്ന് പോലും പറയുന്നില്ല. ഞാൻ ചോദിച്ചു, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പാസ്റ്റർ പാടില്ല ഇത്രയും ചെയ്യാൻ, ആരെങ്കിലും ഏൽപ്പിച്ചുകൂടെ? നമ്മള് എല്ലാവരും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഒരു സഹോദരൻ 5 മിനിറ്റ് പ്രബോധനം. അപ്പൊ പുള്ളി പറയാം, എന്റെ പാസ്റ്ററെ അങ്ങനെ കൊടുത്താൽ ഇവിടെ അടിയും ബഹളവും. എന്റെ 3 വർഷം ഇതോടെ തീരാൻ പോകും, ഞാൻ ഇത് കഴിഞ്ഞ് എങ്ങനെ അടിയും വഴക്കം ഉണ്ടാകണമെന്ന് പോകണമെന്ന്. ഞാൻ ചോദിച്ചു, പാസ്റ്റർ സഹോദര, 40 വർഷമായില്ലേ ഈ സഭ തുടങ്ങിയിട്ട്? നിങ്ങൾ പാസ്റ്റർമാർ മാറി മാറി വന്ന് ഈ സഭകളിൽ നിന്ന് ഇഷ്ടംപോലെ നിങ്ങൾ പൈസ വാങ്ങിക്കുകയും ചെയ്തു, അവർ നിങ്ങൾക്ക് തരികയും ചെയ്തു. നല്ല കാര്യമാണ്, അത് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് എന്തിനായിരുന്നു? അവരെ ക്രിസ്തുവിൽ വളർത്താനായിരുന്നു. പക്ഷെ 40 വർഷം കഴിഞ്ഞിട്ടും ഒരു 5 മിനിറ്റ് പ്രബോധനം പറഞ്ഞാൽ ആ സഭയിൽ അടി ഉണ്ടാവുമെങ്കിൽ, നിങ്ങൾ ഈ ഇത്രയും നാൾ ശുശ്രൂഷിച്ച് ആരെ ഉണ്ടാക്കിയത്? ആരെയാണ് നിങ്ങൾ വളർത്തിയത്? ഒരൊറ്റ ആത്മാവിനെ പോലും 5 മിനിറ്റ് വഴക്കുണ്ടാക്കാതെ പ്രബോധനം പറയുന്ന ഒരു ആത്മാവ് ആ സഭയിൽ 40 വർഷമായിട്ടില്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെറുതെ അല്ലേ? ഓക്കെ, എന്റെ വിഷയത്തിൽ ഞാൻ മാറിപ്പോയി. ഇത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് പാസ്റ്റർ കാണും. പുള്ളി ചിലപ്പം സെരുബാബേലിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏലിയാവിന്റെ കഥ പ്രസംഗിക്കുന്ന ആളായിരിക്കും. പ്രസംഗം കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, പിരിഞ്ഞു. എവിടെയായിരുന്നു യേശു ക്രിസ്തു? യേശു ക്രിസ്തു എവിടെ? ഈ ചർച്ച് വർഷിപ്പിൽ കർത്താവായ യേശു ക്രിസ്തു എവിടെ? അന്ന് ഞായറാഴ്ച 1-2 യഹൂദന്മാരും നമ്മുടെ ചർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. പോകാൻ നേരത്തെ ഒരു യഹൂദൻ മറ്റൊരു യഹൂദനോട് പറയുക, അടുത്ത ആഴ്ച ഇവിടെ വന്നാൽ മതി കേട്ടോ. അപ്പൊ അവൻ ചോദിച്ചു, അതെന്താടാ, നീ ക്രിസ്ത്യാനിയായോ? ഏയ് അതല്ല, നമ്മുടെ സിനഗോഗ് പോലെ തന്നെയുണ്ട്, നമുക്കും കർത്താവിനെ വേണ്ട, ഇവർക്കും വേണ്ട, അപ്പൊ നമുക്കിവിടെ സുഖമായിട്ട് വരാമല്ലോ. നമുക്ക് ഇടർച്ചയായ യേശു ക്രിസ്തു, ഇവർക്കും ഇല്ല, ഫൈൻ. ഇത് അന്ത്യകാല സഭയുടെ ഒരു പ്രത്യേകതയാണ്. ക്രൈസ്റ്റ് റെലവന്റ് അല്ല, ക്രിസ്തു ആകത്തില്ല. സഭയുണ്ട്, വർഷിപ്പുണ്ട്, പ്രസംഗമുണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്, ബട്ട് നോട്ട് ക്രൈസ്റ്റ്. ഇത് മനുഷ്യന്റെ വാതിൽക്ക് ഒന്നും മുട്ടുന്ന കാര്യമല്ല. അത് ഇന്ന് നമ്മുടെ എല്ലാ സഭകളുടെ വാതിലിൽ കർത്താവ് മുട്ടേണ്ട അവസ്ഥയിലാണ്. ആരെങ്കിലും ഒരുത്തൻ ചെന്നേ കഥ തുറക്കുള്ളൂ, അവന്റെ കൂടെ കർത്താവിന് പോവാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പ്രോബ്ലം. എങ്ങനെയാ കർത്താവിനെ സ്വീകരിക്കുന്നത്? ഡോറിന്റെ അപ്പുറത്തുനിന്ന് മുട്ടുന്ന കർത്താവിന്റെ ഫേസ് എങ്ങനെ ഇരിക്കും? ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ നിങ്ങളൊന്നും തോന്നരുത്. താടി മുടി നീട്ട് ലിയാനോ ഡാവിഞ്ചി വരച്ച പിക്ചറിലൊക്കെ കാണുന്ന യേശുവാണോ നിങ്ങളുടെ വാതിൽക്ക് വന്ന് മുട്ടുന്നത്? അതോ വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാൻ കണ്ടിട്ട് ബോധം കെട്ടുപോയ നിലത്ത് വീണ മഹത്വവാനായ ക്രിസ്തുവാണോ നിങ്ങളുടെ വാതിൽക്ക് വന്ന് മുട്ടുന്നത്? ക്രിസ്തുവിന്റെ ഇപ്പോ എങ്ങനെയാ ക്രിസ്തുവിന്റെ അവസ്ഥ? ഏത് കർത്താവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടുന്നത്? താടി മുടിയുള്ള യേശുവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പിക്ചറിൽ വരുന്ന യേശു അല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ? അതൊരു വിഗ്രഹാരാധനയാണ്, അതല്ല നമ്മുടെ കർത്താവ്. അപ്പൊ കർത്താവ് എങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്? അവനെ എങ്ങനെ നമ്മൾ കൈക്കൊള്ളുന്നു? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. അത് ഡോർ തുറന്ന് അകത്തു വാ കർത്താവ് എന്ന് പറയുന്നതല്ല. ഇന്നു മുതൽ കർത്താവ് അവന്റെ ഹൃദയത്തിൽ തീരുമാനം എടുക്കുന്നതല്ല. അങ്ങനെ ഒന്നും നടക്കില്ല. അപ്പൊ വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു പരിപാടി, സഹോദരന്റെ വീണ്ടും ജനനം എന്ന പരിപാടി നമ്മൾ പ്രസംഗിക്കാറില്ല. നമ്മൾ പ്രസംഗിക്കുന്ന മാനസാന്തരമാണ്. ഉദാഹരണത്തിന് പ്രസംഗിച്ചു കഴിയുമ്പോഴേക്കും ആൾക്കാര് മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹം. ഒരുത്തൻ മാനസാന്തരപ്പെട്ട് കരഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാൾ രക്ഷിക്കപ്പെട്ടൊന്നും ഇല്ല. അയാൾ പിന്നെയും പാപം ചെയ്യും, പിന്നെയും കരയും. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഇത്തിരി വിശദമായിട്ട് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഈ ക്രിസ്തുവിന്റെ ജീവനുള്ളവരായിട്ട് മാറുന്നത്? എന്താണ് ഈ ബോൺ അഗൈൻ എക്സ്പീരിയൻസ്? എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ നമ്മൾ കൈക്കൊള്ളുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായം, യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. ഓക്കെ, യേശു അവനോട്, ഈ നിക്കോദമോസ് ആയിട്ടുള്ള യേശുവിന്റെ കോൺവെർസേഷൻ ശ്രദ്ധിക്കണേ. നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല.
അപ്പൊ പുതുതായിട്ട് ജനിക്കണം. അപ്പൊ നിക്കോദമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് അങ്ങനെ ജനിക്കാൻ പറ്റുമോ? ന്യായമായ ചോദ്യം. നിങ്ങളിൽ പല ആൾക്കാർക്കും തോന്നിയിട്ടില്ലേ, ഒന്നും കൂടെ ചെറുതായിട്ട് ജനിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഒന്നും കൂടെ LKG പോയിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒന്നും കൂടെ സ്കൂളിൽ 1ാം ക്ലാസ് തൊട്ട് ഒന്നുകൂടെ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരു പ്രാവശ്യം കൊണ്ട് ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോലെ ഉഴപ്പി നടക്കില്ലായിരുന്നു, ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്തേനെ, എല്ലാം കൃത്യമായിട്ട് പഠിച്ചേനെ, അവിടെ ഇവിടെയുള്ള പുസ്തകങ്ങളെല്ലാം പഠിച്ചാൽ 1ാം റാങ്കിൽ ഞാൻ 10th ക്ലാസ് പാസ്സായേനെ. ഇനി ഒരു ചാൻസ് ഇല്ലല്ലോ, ഉള്ള ചാൻസ് കളഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ഈ ജഡത്തിൽ രണ്ടാമത് ജനിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. നമുക്ക് പറ്റിയ അബദ്ധമൊക്കെ പറ്റി. ചില ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചിന്തിക്കുമായിരിക്കും, കല്യാണം കഴിക്കുന്നതിന് 5 വർഷം മുമ്പ് തൊട്ട് ഒന്നുകൂടെ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെയെങ്കിലും ഒന്ന് ഒരു മാറ്റം ഉണ്ടാക്കും. ഒന്നും പറ്റില്ല, നമ്മൾ എല്ലാം കഴിഞ്ഞു. പക്ഷെ വേദപുസ്തകം പറയുന്നത് എന്നറിയോ, നിങ്ങൾക്ക് ഒന്നുകൂടെ കുഞ്ഞായിട്ട് ജനിക്കാൻ പറ്റുന്ന. അതെങ്ങനെയാ? നിക്കോദമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് നമ്മുടെ ഉദരത്തിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. എന്റെ കാരണം എന്താ? വൃദ്ധനായി പോയതാ കാര്യം. അതാണ് എന്റെ കാരണം. വൃദ്ധനായി പോയത് അവൻ രണ്ടാമത് ജനിക്കാൻ തടസ്സം. നമുക്ക് നോക്കാം എന്താന്ന്. ഇങ്ങനെ നിക്കോദമോസ് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവിനോട് പറയുന്ന മറുപടി എന്താണെന്നറിയോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പം ഒന്നും കൂടെ കുഞ്ഞാവാനുള്ള വഴി എന്താ? വീണ്ടും ജനിക്കുക. എങ്ങനെ വീണ്ടും ജനിക്കുക? വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. അതാണ് ഒന്നുകൂടെ ചെറുതാകാനുള്ള വഴി, ഒന്നും കൂടെ ജനിക്കാനുള്ള വഴി. അപ്പൊ കർത്താവ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട്. 9ാം വാക്യത്തിൽ നിക്കോദമോസ് ചോദിക്കുകയാണ്, നിക്കോദമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ഈ വെള്ളത്താൽ ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു, അത് ഞാൻ പറയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുതെന്ന് പറഞ്ഞു. കാറ്റിഷ്ടമുള്ളോട് തൂന്ന പോലെ പോകുന്ന രീതിയിലായിരിക്കണം ഒരു ആത്മീക മനുഷ്യൻ. അവൻ എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു ബുദ്ധി കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം ആത്മാവിന്റെ അനുസരിച്ചല്ല, കാൽക്കുലേറ്റഡ് അല്ല. അത് എങ്ങോട്ടാ നാളെ പോകേണ്ടതെന്നോ നാളെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഇവൻ തീരുമാനിക്കുകയല്ല. അത് കാറ്റ് പോകുന്ന പോലെയാണ്. അതുപോലെയാണ് ആത്മാവിനാൽ ജനിച്ചവനെല്ലാം. അവർക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഓഫ് ലിവിങ് ഉണ്ടാവണമെന്നില്ല, ഇന്ന സ്ഥലത്ത് തന്നെ താമസിക്കണമെന്നില്ല, ഇന്ന ഒരേ കാര്യം തന്നെ ചെയ്യണമെന്നില്ല. കാരണം they are always led by the spirit, and how the spirit leads them is mysterious. നമുക്ക് അറിയത്തില്ല അതെങ്ങനെയാണ് ആത്മാവ് അവരെ നടത്തുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ആത്മാവിൽ ജനിച്ചവർക്കെല്ലാം അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. വി ഡോണ്ട് നോ ഹൗ ദേ വുഡ് ടേക്ക് തിങ്സ്. കാരണം സ്പിരിറ്റ് ലീഡ്സ് ദം ഇൻ എ സ്ട്രെയിറ്റ് നാരോ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇടുക്കു വഴിയിലൂടെയാണ് ഈ ആത്മാവ് നമ്മെ നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാറ്റ് പോലെയാണത്. അതിന് സ്പിരിറ്റ് കൺട്രോൾസ്. ന്യൂമ, കാറ്റ് എന്ന് പറയുന്നത് ന്യൂമയാണ്, സ്പിരിറ്റ് ആണ്. സ്പിരിറ്റിന് വേറൊരു വേർഡാണ് കാറ്റ്. അപ്പൊ കാറ്റ് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ വയ്യ. അതുപോലെ തന്നെയാണ് ആത്മാവിൽ ജനിച്ച എല്ലാ മനുഷ്യരും. ദാറ്റ് മീൻസ് ദേ ഡോണ്ട് ബിഹേവ് ഇൻ സെറ്റ് പാറ്റേൺസ്. ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യന്റെ ബുദ്ധിയാലോ ചിന്തകളാലോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതമാണ് വീണ്ടും ജനിച്ചവർക്ക് ലഭിക്കുന്നത്. അങ്ങനൊരു ജീവിതം ഉണ്ടോ? കാറ്റുപോലെ ഒരു ജീവിതം. ആർക്കൊരിതില്ല, ഇത് എങ്ങോട്ട് പോകുന്നു, എവിടുന്ന ഇത് വന്നത് ഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ്, കൺട്രോൾഡ് ബൈ ദ വിൻഡ്, നോട്ട് കൺട്രോൾഡ് ബൈ അവർ ഇന്റലക്ട് ഓർ അവർ ഹാബിറ്റ്സ് ഓർ അവർ ഒബ്സർവേഷൻ. അങ്ങനല്ല. അപ്പൊ കർത്താവാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു നിക്കോദമോസ് ചോദിച്ചപ്പം, ഈ ആത്മാവിന്റെ ശബ്ദം എന്തും ചെയ്യാൻ, എവിടെയും പോകാൻ, എന്തും വേണ്ടെന്ന് വെക്കാൻ, അങ്ങനെ അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, അൺപ്രഡിക്റ്റബിൾ. അപ്പൊ
നിക്കോദമസ് കണ്ടു ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഒരു ജീവിതം ഉണ്ടാവുമോ? കാൽക്കുലേറ്റ് ചെയ്യാതെ, നാളെ എന്ത് സംഭവിക്കുന്നത് അന്വേഷിക്കാതെ, നാളത്തേക്കൊന്നും വകവെക്കാതെ, ചിന്തിക്കാതെ, ആൾക്കാർ എന്തു പറയുമെന്ന് വിചാരിക്കാതെ, ഇഷ്ടമുള്ള കാറ്റിന് ഇഷ്ടമുള്ളിടത്ത് പോകുന്ന പോലത്തെ ഒരു ലൈഫ്. നിക്കോദമസ് അവനോട് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേൽ അറിയുന്നില്ലയോ? കണ്ടോ, ഇതാ ഉത്തരം. എങ്ങനെയാണ് പുതുതായിട്ട് ജനിക്കുന്നത്? എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ജീവൻ ലഭിക്കുന്നത്? ജഡത്താൽ ജനിച്ചത് മുഴുവൻ ജഡമാണ്. 6-ാം വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനെ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്തിന് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇവൻ ജഡത്തിലല്ല, ആത്മാവിൽ ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിക്കോദമോസ് ഇത് എങ്ങനെ സംഭവിക്കും ചോദിച്ചപ്പോ കർത്താവിന് അവനോടൊരു വാർത്ത അറിയോ? നിക്കോദമോസ് അത് അറിഞ്ഞിരിക്കണമായിരുന്നു. കാരണം ഇസ്രായേലിന്റെ ടീച്ചറാണ്. ഇസ്രായേലിന്റെ ടീച്ചർ എവിടെ നോക്കിയാ പഠിപ്പിക്കുന്നത്? ഇസ്രായേലിന്റെ ടീച്ചർ നോക്കി, ഓൾഡ് ടെസ്റ്റമെന്റ് നോക്കിയാ പഠിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ നിക്കോദമോസ് ഇസ്രായേലിന്റെ ടീച്ചറായിട്ട് ഇത് അറിയുന്നില്ലേ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അർത്ഥം എന്താ? ഇതേ ടീച്ചിങ് ഓൾഡ് ടെസ്റ്റാമെന്റിൽ എവിടെയോ ഒരു റെഫറൻസ് ഉണ്ടെന്നല്ലേ അതിനർത്ഥം? ഉണ്ടല്ലോ, ഉണ്ട്. നമ്മൾ ഈ വെള്ളത്താലും ആത്മാവനാലും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യാക്കോക്കാരൻ, ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായതുകൊണ്ട് എനിക്ക് അവരുടെ ഉപദേശത്തെ കുറിച്ച് കുറച്ചുകൂടെ അറിയാം. യാക്കോബക്കാർ പറയുന്നത് വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നത് മാമോദിസ വെള്ളമാണ്. മാമോദിസ വെള്ളം വീഴുന്നതിനാണ് വെള്ളത്താലുള്ള വീണ്ടും ജനനം. പിന്നെ അത് കഴിഞ്ഞ് കുപ്പിക്കകത്ത് മൂറോൺ കൊണ്ടുവന്ന് തലയിൽ പൂശുമ്പോൾ ആത്മാവിനാലുള്ള വീണ്ടും ജനനം. ഇത് രണ്ടുമാണ് വെള്ളവും ആത്മാവും അവരെ സംബന്ധിച്ച്. ഓക്കെ, ഇതൊക്കെ വിശ്വസിക്കാൻ ഇപ്പോഴും ഈ തലമുറയിൽ 21-ാം നൂറ്റാണ്ടിലും ഇത്രയും ശാസ്ത്രബോധമെങ്കിലും ഉള്ള ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് എന്നുള്ളത് തന്നെ ഒരു കാലത്ത് നമുക്ക് വിചിത്രമായിട്ട് തോന്നാം. എന്ത് പറയാൻ? ഓക്കെ, എന്നിട്ട് പെന്തക്കോസ്തിനകത്ത് അങ്ങോട്ട് പോകുന്ന പറയുന്നു. ഈ വികലബുദ്ധി കേൾപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 992 രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഓർത്തഡോക്സ് ചർച്ചയിൽ നിന്ന് ഇറങ്ങിയതാണ്. രക്ഷിക്കപ്പെടുന്നതിന് 3 വർഷം മുമ്പ്. കാരണം ബൈബിളുമായിട്ട് ഒരു പരിചയത്തിൽ എനിക്ക് മനസ്സിലായി ഈ ചർച്ചിൽ നടക്കുന്നൊന്നും കർത്താവോ ശിഷ്യന്മാരോ ചെയ്തിട്ടില്ലെന്നും ഇങ്ങനൊരു പാറ്റേൺ ബൈബിളിൽ ഇല്ലെന്നും ഇത് മനുഷ്യരുണ്ടാക്കിയതാണ്, അവിടെ പോയി ചോദിക്കുന്നതിൽ കാര്യമില്ലെന്നും 992 ജനുവരി മാസത്തിൽ എന്നേക്കുമായിട്ട് ഓർത്തഡോക്സ് ചർച്ച വിട്ടതാണ്. ഇന്നും അത് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യാജം എല്ലാ റിലീജിയൻസും അങ്ങനെയാണ്. എല്ലാ മതങ്ങളും ചൂഷണമാണ്, കർത്താവ് ഒഴിച്ച്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ഞാൻ മാത്രമാണ് ജീവൻ തരാൻ വന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടീച്ചിങ് ആയിരുന്നു വെള്ളത്താലും ആത്മാവിനാലുള്ള വീണ്ടും ജനനം. അവിടെയാണ് ഇതെന്താണ് ഈ വെള്ളം എന്നുള്ള ചോദ്യത്തിന്. അപ്പം ശരിക്കും ബ്രദറുകാരും പെന്തക്കോസ്തുകാരൊക്കെ പറയുന്ന വെള്ളം എന്ന് പറയുന്ന വചനമാണ് വെള്ളം. കാരണം വചനത്താലുള്ള രക്ഷ എന്നൊരു റെഫറൻസ് നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. വചനത്തോടു കൂടിയ ജലസ്നാനം എന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വചനമാണ് അവിടെ ഫിറ്റ് ആവുന്നതെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. എനിക്കതിനോട് ഒരു വിരോധമില്ല, കുഡ് ബി. പക്ഷെ ആ ഒരു ഏരിയയിലൊന്നും ഈ വചനം എന്നുള്ളൊരു പ്രയോഗമില്ല. അപ്പൊ വചനം അല്ലാതെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വചനമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കും. ബട്ട് ഐ ഹാവ് അനദർ കൺവിക്ഷൻ. എന്താണ് വെള്ളം? അത് സ്നാനമല്ല, പിന്നെന്താ? നമുക്ക് ഈ പഴയ നിയമത്തിലെ റെഫറൻസിലേക്ക് പോകാം. റെഫറൻസ് പറയുന്ന വാട്ടർ ആൻഡ് സ്പിരിറ്റ്. എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 36-ാം വാക്യം, 36-ാം അധ്യായം 25, 26, 27 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 36-ാം അധ്യായം 25, 26, 27. വെള്ളവും ആത്മാവും. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഓക്കെ, ഞാൻ നിങ്ങളുടെ മേൽ, ഒരു മിനിറ്റ്, ഓക്കെ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. കണ്ടോ, വെള്ളം വരുന്നത് എന്തിനാ? നമ്മളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി.
ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പം ഈ വെള്ളത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഇത് മനുഷ്യൻ പോയി മുങ്ങുന്ന ബാപ്റ്റിസം, അത് മനുഷ്യര് ചെയ്യുന്നേ അല്ലേ. ഇവിടെ പക്ഷെ കർത്താവ് നമ്മുടെ മേൽ ചെയ്യുന്ന ഒരു തളിക്ക്, നമ്മളെ ക്ലീൻ ആക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വരുന്ന ഒരു പ്രയോഗമാണ് 25-ാം വാക്യത്തിൽ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ ഓൺ യു. ഇനി 26-ാം വാക്യം നോക്കി, വേഴ്സ് 26. ഈ രണ്ട് ചേസ് ഉള്ളതില് രണ്ടാമത്തെ കൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ തരാമോ? ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കണ്ടോ 26-ാം വാക്യം, പഴയതുപോലെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ആക്കും. കണ്ടോ, വെള്ളം ആത്മാവ് ആദ്യം ക്ലീൻ ചെയ്യും, എന്നിട്ട് പുതിയ ആത്മാവിനെ തരും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ളൊരു ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പൊ രണ്ട് പ്രോസസ് ഉണ്ട് അവിടെ. ഒന്ന്, കല്ലായുള്ളൊരു പഴയ ഹൃദയമുണ്ട്, അത് നന്നാക്കി എടുക്കുകയല്ല ചെയ്യുന്നത്. സർവീസ് വാറന്റി അല്ല, റീപ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഓക്കെ, സർവീസ് വാറന്റി അല്ല, അതൊരു റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. വാറന്റി എന്ന് പറയാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ദൈവം നമ്മുടെ പഴയ ഹൃദയത്തെ നന്നാക്കി എടുക്കുകയല്ല ചെയ്യുന്നത്. ദൈവം ആ പഴയ ഹൃദയത്തെ എടുത്തു മാറ്റുക ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ പലപ്പോഴും പ്രസംഗിക്ക് പറയും നന്നാകടാ. നമ്മൾ പറയും ഇന്ന് തൊട്ട് നന്നാവാൻ പോകും, നാളെ തൊട്ട് നന്നാവും, ഈ ജനുവരി 1 തൊട്ട് ഞാൻ പുതിയ മനുഷ്യനാണ്. പക്ഷെ ജനുവരി 3 ആകുമ്പോൾ ഈ 1 എന്നുള്ളതിന്റെ എഫക്റ്റ് അങ്ങ് പോകും. സത്യമാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ തീരുമാനമെടുത്ത് നന്നാകാമെന്നുള്ളത് മനുഷ്യന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഈ പഴയത് നന്നാക്കി ദൈവം തരുന്നില്ല. പഴയ തുരുത്തിയിലേക്ക് പുതിയ വീഞ്ഞ് പകരുന്നില്ല, പഴയ തുണിയോട് ചേർത്ത് പുതിയത് തുന്നുന്നില്ല. ഓക്കെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന പഴയ തുണിയോട് ചേർത്ത് പുതിയ തുന്നുന്നതല്ല, പഴയ കഠിനമായ ഹൃദയത്തെ തല്ലിപ്പൊട്ടിച്ച് സോഫ്റ്റ് ആക്കുന്നതല്ല, അതിനെ നീക്കി പുതിയൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ആത്മാവിനെ പകർന്നിട്ടാണ് അത് സംഭവിപ്പിക്കുന്നത്. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിട്ടാണ് ദൈവം അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വെള്ളവും ആത്മാവും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്ലീൻ വാട്ടർ ഓണസ്. ഇത് തിത്തോസിന്റെ ലേഖനം 3-4-5-6 വാക്യങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങളെ രക്ഷിച്ചപ്പോൾ എന്താ ചെയ്യുന്നറിയോ? വാഷിംഗ് ഓഫ് റീജനറേഷൻ, പുനർജനന സ്നാനത്താലും ആത്മാവിന്റെ നവീകരണത്താലും തന്നെ. വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നൊരു ട്രാൻസ്ലേഷൻ. അതായത് നമ്മളെ കഴുകുന്ന, വീണ്ടും ജനനത്തിനായി കഴുകുന്ന പ്രോസസ്സ്. അത് നമ്മളല്ല ചെയ്യുന്നത്, അത് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ആ ശുദ്ധീകരണത്തിന് ശേഷമാണ് നമ്മൾ ഈ ദൈവത്തിന്റെ ആത്മാവിനെ നിറയ്ക്കുന്നത്. ഇനി നിങ്ങളിത് ആത്മാവല്ല വചനമാണ്, അല്ല വെള്ളം എന്ന് പറയുന്ന ക്ലീനിങ് അല്ല, അത് വചനമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല. ബട്ട് ദിസ് ഈസ് ഹൗ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. തിത്തോസിന്റെ 3-4-5-6 വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. അത് മലയാളത്തിൽ എഴുതുമ്പോൾ പുനർജനന സ്നാനം എന്നാണ്, ബട്ട് റിയലി അത് തിത്തോസിന്റെ 3-ാം അധ്യായം 4-5-6. അവൻ നമ്മെ എങ്ങനെയാണ് രക്ഷിച്ചത്? ഓക്കെ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അടുത്ത വാക്യം, 6-ാം വാക്യം. അത് ഇംഗ്ലീഷിൽ നോക്കി 5-ാം വാക്യം.
മടങ്ങി വന്ന് ഇംഗ്ലീഷിൽ നോക്കിക്കേ, 5-ാം വാക്യം തന്നെ. ആറാം വാക്യം മലയാളം, 5-ാം വാക്യം ഇംഗ്ലീഷ് നോക്കി. നോട്ട് ബൈ വർക്ക്സ് ഓഫ് റൈച്ചസ്നെസ് വിച്ച് വി ഹാവ് ഡൺ, ബട്ട് അക്കോർഡിംഗ് ടു ഹിസ് മെർസി ഹി സേവ്ഡ് us by the washing of regeneration. Washing of regeneration and renewing of the Holy Ghost. ദൈവാത്മാവിന്റെ പുതുക്കം, പഴയതിനെ കഴുകിക്കളയും. അപ്പൊ നിക്കോദമോസിന് എന്തായിരുന്നു പ്രശ്നം? നിക്കോദമോസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവൻ ഓൾറെഡി വൃദ്ധനായി എന്നുള്ളതായിരുന്നു നിക്കോദമോസിന്റെ പ്രശ്നം. നമുക്കറിയാമല്ലോ, അതായിരുന്നു അവന്റെ പ്രശ്നം. അവൻ പറഞ്ഞ, വൃദ്ധനായ ഞാൻ ഇനി എങ്ങനെയാണ് വീണ്ടും ഒരമ്മയുടെ മകനായിട്ട് ജനിക്കുന്നത്? കുഞ്ഞാകുന്നത് എങ്ങനെയാണ്? അപ്പൊ കർത്താവ് പറയാണ്, നിന്നെ കഴുകി ആ വെള്ളത്തിലൂടെ കടന്നു പോയിട്ട് നിന്റെ ആ പഴയ ആ ഹൃദയം ഉണ്ടല്ലോ, സ്റ്റോണി ഹാർട്ട്, അതുമായിട്ട് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല. ആ സ്റ്റോണി ഹാർട്ടിനെ ഞാൻ നീക്കി പുതിയൊരു ആത്മാവിനെ നിന്റെ ഉള്ളിലേക്ക് തരുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. പുതിയ ആത്മാവിനെ തന്നു കഴിയുമ്പോൾ ഞാൻ കൊച്ചാ അല്ലെ? 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ആ സ്കൂളിലെ രാജാവായിരിക്കും. കാരണം അവിടെ 1-ാം ക്ലാസ് തൊട്ടുള്ള പിള്ളേരുണ്ട്. അപ്പൊ ഈ മൂത്ത ചേട്ടനാ എല്ലാവരെയൊക്കെ വരട്ടി നല്ല സ്റ്റൈലായിട്ട് നടക്കുക. പക്ഷെ കോളേജിലോട്ട് ചെന്നപ്പോഴല്ലേ മനസ്സിലാകുന്നത് നമ്മളൊന്നും അല്ലാന്ന്. വെറും ഫസ്റ്റ് PDC പയ്യൻ പണ്ടത്തെ കാലം. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ അഭ്യാസങ്ങളും നടക്കില്ല. അപ്പൊ ശരിക്കും ആ സ്കൂളിനോട് നമ്മൾ മരിച്ചു. പുതിയൊരിടത്ത് കുഞ്ഞായിട്ട് ജനിച്ചു. നമ്മൾ ഇത്രേ നാളും പഠിച്ചു വെച്ചിരുന്ന പാഠങ്ങളോടും മരിച്ചു ദൈവരാജ്യത്തിലേക്ക് കയറാൻ വേണ്ടി. ഇത് മറന്നാ പോരെ, നമുക്കങ്ങ് നന്നായാ പോരെ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ നന്നാവാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ ചോദ്യം കേൾക്കുന്നവരിൽ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പിള്ളേരും ഉണ്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും. എനിക്ക് പലരും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ, ചോദ്യം: പഠിക്കുന്നതാണോ എളുപ്പം, മറക്കുന്നതാണോ എളുപ്പം? നിങ്ങൾ പരീക്ഷ എഴുതാൻ എടുത്തിരിക്കുന്ന പിള്ളേർ ടെൻഷനോടുള്ളവരാണ് പറയും, എൻ്റെ പാസ്റ്ററെ പഠിക്കാൻ എന്ത് പാടാ, മറക്കാൻ എന്ത് എളുപ്പം എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ അത് ശരിയല്ല മക്കളെ. പഠിക്കാനല്ല പാടും, മറക്കാനാ പാടും. ഈ ഹൈ എന്താ പറയുന്ന മാത്തമാറ്റിക്സ് അതൊക്കെ മറക്കാൻ എളുപ്പമാണ്. പക്ഷെ എലമെന്ററി ലെസൺസ് ഒരിക്കലും നമ്മൾ മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. ദൈവരാജ്യത്തിന് തടസ്സം എലമെന്ററി ലെസൺസ് ആണ്. അത് കൊളോസിയൻസ് 2:20 പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചു. ഈ ആദ്യ പാഠങ്ങൾ, എലമെന്ററി ലെസൺസ് എന്താ ചെയ്യുന്നറിയോ? മറക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് 4 3 7 എത്ര കഷ്ടപ്പെട്ടാ പഠിച്ചതല്ലേ, ഒന്ന് മറക്കാൻ പറ്റില്ല. ABCD Z വരെയുള്ളത് മറന്നേ, ഒന്ന് മറക്കാൻ പറ്റില്ല. പറ പന ഒന്നും മറക്കാൻ പറ്റില്ല. എലമെന്ററി ലെസൺസ്. ഇനി അത് വല്ലതും മറക്കണമെങ്കിൽ ഏതെങ്കിലും തേങ്ങ നമ്മുടെ തലയിൽ വീഴണം, അല്ലാതെ പോവില്ല. അതുപോലെ തന്നെ ദൈവരാജ്യത്തിന് തടസ്സമായിട്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് ആർജിച്ചെടുത്ത ചില പാഠങ്ങളുണ്ട്. ഈ പാഠങ്ങൾ എന്ത് ചെയ്താൽ പോകത്തില്ല. ജഡത്താൽ ജനിച്ചത് മുഴുവൻ ജഡമാണ്, അത് പോകില്ല. ലോകത്തിന്റെ ഒരു ആദ്യ പാഠം ഞാൻ പറയട്ടെ. എടാ, പണമില്ലാതെ എങ്ങനെ ജീവിക്കും? ലോകത്തിന്റെ ആദ്യ പാഠം. ഞാൻ ദൈവരാജ്യത്തിലോട്ട് വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു. പണമില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പൊ ലോകത്തിലെ ശക്തമായ ആദ്യ പാഠമുണ്ട്, പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി പ്രസംഗിച്ചു, പൈസ കിട്ടി. എന്ത് ചെയ്യണം? കരുതി വെച്ച് വീട് പണിയണം, ബാക്കി ബാങ്കിൽ ഇടണം. 1 തലമുറ 2 തലമുറ 5 തലമുറയ്ക്ക് സമ്പാദിക്കും. ലോകത്തിന്റെ ഒന്നാം പാഠം. അത് ലോകം നമ്മളെ പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നല്ല തടിയുള്ള ഒരാളാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഡയറ്റിങ്, ആരോടും പറയണ്ട. അപ്പൊ ചുമ്മാ ഇരിക്കുമ്പം ഈ പണ്ടത്തെ സ്റ്റോർ ചെയ്ത ഫാറ്റ് ഇപ്പം ഉപയോഗിക്കുന്നത്. അപ്പൊ സ്റ്റോറേജ് ബയോളജിക്കലി നമ്മുടെ ഒരു പരിപാടി തന്നെയാണ്. എന്നാ പിന്നെ നമുക്ക് സമ്പാദിക്കുന്ന എന്താ കുഴപ്പം? കർത്താവ് സമ്പാദ്യത്തിനെതിരൊന്നുമല്ല. ഉറുമ്പിനെ നോക്കി പഠിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിലോട്ട് കയറാൻ നേരത്ത്
നമ്മുടെ ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളോടെല്ലാം നമ്മൾ മരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 ലക്ഷം രൂപ കിട്ടിയാൽ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒന്ന് തീരുമാനിക്കുമ്പം എനിക്ക് അത് എൻ്റെ ചുറ്റുമുള്ള ആളുകളിലേക്കും സുവിശേഷ വേലയിലേക്കും അത് തിരിയും. അത് എന്തുകൊണ്ട് തിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം രാജാവായതുകൊണ്ടാണ്. നാളെ എന്നെ പുലർത്താൻ ഈ ദൈവത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് ഈ പണത്തോട് ഞാൻ മരിച്ചാൽ, അതായത് ഈ പഴയ തത്വങ്ങളോട്, നമ്മൾ പഠിച്ച തത്വങ്ങളോട് മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂ. ഞാനൊരു ചെറിയ പാഠം കൂടെ പറയാം. സമയം ഒത്തിരി പോയില്ലേ? Is it time is up, right? I did not even notice time. Okay. Can I take 2 more minutes? See, ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ആദ്യം പറയാം. നിങ്ങൾക്ക് സമയം പോകുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ചാറ്റിൽ ജസ്റ്റ് പാസ്റ്ററെ ക്ലോക്ക് ഒന്ന് നോക്കിയാലേ എന്ന് പറഞ്ഞാൽ ഐ ഷാൽ സ്റ്റോപ്പ് ഇൻ 2 to 3 minutes. ഓക്കെ. അപ്പോൾ ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ, ഇങ്ങനെ പല ആദ്യ പാഠങ്ങളുണ്ട്. വിദ്യാഭ്യാസം, ചില ഞങ്ങളുടെ കാസ്റ്റ് ആദ്യപാഠം, ഇത് ഭയങ്കര ആദ്യപാഠമാണ്. എത്ര തൂത്താലും ഇത് പോവില്ല. പക്ഷെ ഇവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അവരവരുടെ രാജ്യങ്ങൾ ഉണ്ടാക്കുക. അവരുടെ രാജ്യം ഉണ്ടാക്കുന്ന പില്ലറുകൾ എന്തൊക്കെയാണെന്നറിയോ? ഈ ലോകത്തിന്റെ ആദ്യപാഠങ്ങളാണ്. അത് വെച്ചുണ്ടാക്കിയ ഒരു രാജ്യം അത് തകരാതെ ദൈവം രാജാവായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കാൻ പറ്റില്ല. അതാ നിക്കോദെമോസിനോട് പറയുന്നത്. ശരിക്കും നിക്കോദെമോസ് പേടിച്ചു പോയി. ആ വഴി പിന്നെ വന്നിട്ടില്ല. പിന്നെ അവസാനം നിക്കോദെമോസിനെ കാണുന്നു. കാരണം അവന്റെ ആചാര്യത്വവും പോവും, യെശയ്യാവ് തകർന്ന പോലെ അവൻ തകരും. അവൻ ഉണ്ടാക്കി വെച്ചിരുന്ന ജീവിതത്തിന്റെ എസൻസ് മുഴുവൻ പോവും. പക്ഷെ നമ്മൾ പേടിക്കണ്ട കേട്ടോ. കാരണം നിക്കോദെമോസ് ഫേസ് ചെയ്തതല്ല നമ്മൾ കർത്താവിനെ ഫേസ് ചെയ്യുന്നത്. അവൻ ജീവനായി നമ്മളിലേക്ക് വരുന്ന ഭയങ്കര ആനന്ദമായിട്ട് നമുക്ക് വരുന്നു. That never tires us down. ക്രിസ്തുവിന്റെ ജീവൻ ഈ സൂപ്പർ ഇൻസ്പയറിംഗ് ലൈഫ്, ആ ലൈഫാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവന്റെ ജീവൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. വി ആർ ഗെറ്റിംഗ് സൺസ് ലൈഫ്. അവന്റെ ജീവനാണ് നമുക്ക് ലഭിക്കുന്നത്. അവനൊരു പടമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ഫിക്സ്ഡ് ആവുമല്ല. അവനൊരു ആരാധനാമൂർത്തിയായിട്ട് മറ്റു മതങ്ങളിലെ പോലെ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ നീയാണ്, അങ്ങനത്തെ ഒരു വൈബ്രേഷനിലേക്കല്ല കർത്താവ് വരുന്നത്. വി ഗെറ്റ് സൺസ് ലൈഫ്, ഹിസ് ലൈഫ്. വി ആർ ലിവിങ് എ ന്യൂ ലൈഫ്. പുതിയൊരു ജീവന്. പഴയതിനെ പുതുതാക്കല്ല, നിർമ്മലമായ പുതുക്കമുള്ള കർത്താവിന് വഴങ്ങുന്ന സോഫ്റ്റായ കാറ്റുപോലെ കർത്താവിനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ആത്മീക മനുഷ്യന്റെ ഉത്ഭവത്തെയാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്. നമുക്ക് തൽക്കാലം അവസാനം, നാളെ ബാക്കി കാണാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ജീവന്റെ അനുഭവത്തിലേക്ക് കർത്താവെ, ദൈവരാജ്യത്തിന്റെ ആനന്ദങ്ങളിലേക്ക്, അതിന്റെ നീതിയിലേക്ക് ദൈവമേ ഈ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയോട് നടത്തണം. അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങയിൽ നിന്ന് ജീവൻ പ്രാപിക്കുവാൻ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കാൻ അങ്ങ് ശക്തനാണ് എന്ന് അടിയൻ വിശ്വസിക്കുന്നു. കർത്താവെ, ആർക്കെല്ലാം അങ്ങയുടെ ജീവന് വേണ്ടി ആഗ്രഹം തോന്നുന്നു അവരെല്ലാം സമൃദ്ധിയായി നിറയ്ക്കുന്ന കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. Praise the Lord. ദാസൻ പ്രിയ